ജൂലി ഹാർമൻസിൻ്റെ അമ്മ വലിയ പ്രതിസന്ധിയിലാണ്. ഈ കാര്യം എങ്ങനെയാണ് ജൂലിയുടെ അച്ഛനോട്, തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് പറയുക? അയാൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? ഇതൊരിക്കലും പറയാതിരിക്കാൻ സാധിക്കുകയില്ല. ഇത് അറിഞ്ഞിരിക്കേണ്ട ഒരു വ്യക്തി തന്നെയാണ് അദ്ദേഹം. അതുകൊണ്ട് രണ്ടും കൽപ്പിച്ച് അവർ അയാളോട് ആ സത്യം പറയുക തന്നെ ഉണ്ടായി. ഒരു 35 വർഷങ്ങൾക്ക് മുൻപ് നമ്മൾ ഡോക്ടർ ഡൊണാൾഡ് ക്ലൈൻ്റെ ഹോസ്പിറ്റലിൽ പോയതായിട്ട് ഓർക്കുന്നില്ലേ? അവിടെ വെച്ച് നടത്തിയ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷനിലൂടെ ആണല്ലോ നമ്മുടെ പ്രിയപ്പെട്ട മകൾ ജനിച്ചത്. ഇപ്പോൾ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. ജൂലി നിങ്ങളുടെ കുഞ്ഞല്ല, അതാ ഡോക്ടർ ക്ലൈൻ്റെ കുഞ്ഞാണ്. ഇതിൻ്റെ മറുപടി എങ്ങനെയായിരിക്കുമെന്ന് അവർക്ക് അറിയുകയില്ലായിരുന്നു. കുറച്ചു നേരത്തേക്ക് അയാൾ ഒന്നും തന്നെ മിണ്ടാതെ അവിടെ ഇരിക്കുക തന്നെയാണ് ചെയ്തത്. പക്ഷേ ഒട്ടും വൈകാതെ ഒരു വലിയ പൊട്ടിക്കരച്ചിലിന് ആ സൈലൻസ് വഴിമാറുകയായിരുന്നു. ആ കരച്ചിലിനിടയിൽ അയാൾ ഇടയ്ക്കൊക്കെ വിതുമ്പി പറയുന്നുണ്ടായിരുന്നു, എൻ്റെ ജീവിതം നശിച്ചു പോയിരിക്കുന്നു, എൻ്റെ ഈ ജീവിതത്തിന് അർത്ഥമില്ലാതെയായി മാറിയിരിക്കുന്നു. ഇത്രയും നാൾ സ്വന്തം കുഞ്ഞെന്ന് വിശ്വസിച്ച് പോന്നിരുന്ന ആ ജൂലി തൻ്റെ കുഞ്ഞല്ല. ഇതിൽ തൻ്റെ ഭാര്യയെ കുറ്റപ്പെടുത്താൻ സാധിക്കുകയില്ല. കാരണം ഇത്തരത്തിലുള്ള ഒരു ചതി സംഭവിച്ചു എന്ന് ഭാര്യയ്ക്ക് ഇപ്പോൾ മാത്രമാണ് മനസ്സിലായത്. മാറ്റ് വൈറ്റിൻ്റെ അമ്മ ലിസ് വൈറ്റ്, അവർ ഈ വാർത്ത അറിഞ്ഞതിന് ശേഷം തൻ്റെ മകനായ മാറ്റ് വൈറ്റിനോട് പറഞ്ഞത് ഇപ്രകാരമാണ്: ഞാൻ 15 തവണ റേപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ആ 15 തവണയും എനിക്ക് അറിയുകയില്ലായിരുന്നു റേപ്പ് ചെയ്യപ്പെടുകയാണെന്ന്. ഇത്രയധികം വർഷങ്ങൾ കഴിഞ്ഞ് ഈ ഒരു സമയം മാത്രമാണ് ആ നഗ്നമായ സത്യം ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് പറയുമ്പോൾ അവരുടെ കണ്ണുകൾ നിറഞ്ഞ് കവിയുന്നുണ്ടായിരുന്നു. അലീസൺ ക്രാമറിൻ്റെ അവസ്ഥയാണ് ഇതിലും ദാരുണം. അവരുടെ അമ്മയ്ക്ക് അപ്രകാരമുണ്ടായ ഒരു കുഞ്ഞാണ് താൻ ഇത്രയും നാൾ അച്ഛനെന്ന് വിളിച്ചിരുന്ന വ്യക്തിയല്ല തൻ്റെ അച്ഛൻ. അതിനും അപ്പുറമായിട്ട് തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ഉറ്റ സുഹൃത്തായ ഡോക്ടറാണ് തൻ്റെ അച്ഛൻ. അച്ഛനെയും അമ്മയും ചതിച്ച് ആ ഡോക്ടറിൻ്റെ സ്പേമിലൂടെ ഉണ്ടായതാണ് ഞാൻ. ജനിച്ചതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് തന്നെ വന്ന് ആ വ്യക്തി കാണുമായിരുന്നു. തന്നോടൊപ്പം ചേർന്ന് 8ാമത്തെ വയസ്സിൽ എടുത്തിട്ടുള്ള ഫോട്ടോ ഇപ്പോഴും അവരുടെ ഫാമിലി ആൽബത്തിലുണ്ട്. ഇതിനെല്ലാം പുറമെ വർഷങ്ങൾക്ക് ശേഷം ആലിസൻ്റെയും ഗൈനക്കോളജിസ്റ്റായിട്ട് ഇതേ ഡോക്ടർ മാറുന്നുണ്ട്. അതവൾക്ക് ഞെട്ടലോടുകൂടി മാത്രമേ ഓർത്തിരിക്കാൻ സാധിക്കുന്നുള്ളൂ. അവളുടെ രഹസ്യഭാഗങ്ങൾ തൻ്റെ സ്വന്തം ബയോളജിക്കൽ ഫാദറിന് അവൾക്ക് കാഴ്ചവെക്കേണ്ടി വന്നു. ഒരു മനുഷ്യത്വവുമില്ലാത്ത ഒരു മനുഷ്യ മൃഗത്തിൻ്റെ കഥയാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇത് വെറും ഒരു കെട്ടുകഥയല്ല, ഇതൊരു യാഥാർത്ഥ്യമാണ്. ഈ യാഥാർത്ഥ്യ സത്യങ്ങളൊക്കെ ലോകം അറിഞ്ഞത് ഈ അടുത്ത കാലത്ത് മാത്രമാണ്. പക്ഷേ ഈ ചതിയെല്ലാം സംഭവിച്ചത് ഏതാണ്ട് 30 വർഷങ്ങൾക്ക് മുൻപുമാണ്. അമേരിക്കയിലെ ഇൻഡ്യാനാപോളിസ് എന്ന ഒരു ചെറിയ പട്ടണം. അധികം ജനസംഖ്യയൊന്നും അവിടെയില്ല. പക്ഷേ ആ പ്രദേശത്തുള്ള നിരവധി ആളുകൾ പരസ്പരം സഹോദരന്മാരാണ്. അവർക്ക് പോലും ആ സത്യം മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അവർ അവരുടെ മക്കളോട് പറയുന്നത്, നിങ്ങൾ ഒരാളുമായിട്ട് ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ വളരെയധികം സൂക്ഷിക്കണം. ഒരുപക്ഷെ അത് നിങ്ങളുടെ സഹോദരനോ സഹോദരിയോ ആയിരിക്കാം. ഈ സത്യാന്വേഷണങ്ങളുടെ എല്ലാം തുടക്കം ജക്കോബ എന്ന പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി ജനിച്ചു വീണപ്പോൾ കാര്യങ്ങളൊക്കെ സുഖകരമായിട്ട് തന്നെയാണ് മുൻപോട്ട് പോയത്. അവളുടെ അതിമനോഹരമായിട്ടുള്ള നീല കണ്ണുകൾ, മറ്റാർക്കും അധികമില്ലാത്ത ബ്ലോണ്ട് ഹെയർ, അവൾ അതിസുന്ദരിയായി തന്നെ കാണപ്പെട്ടു. പക്ഷേ കുറച്ച് വർഷങ്ങൾ മുന്നോട്ട് പോകെ അവൾക്ക് ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചു. തൻ്റെ കുടുംബത്തിൽ ആർക്കും തന്നെ ഇത്തരത്തിൽ നീല കണ്ണുകളില്ല. തന്നെ പോലെ ബ്ലോണ്ട് ഹെയർ ആർക്കുമില്ല. എല്ലാവരുടെയും കറുത്ത മുടി തന്നെയാണ്. അവൾക്ക് സ്വാഭാവികമായിട്ടും ഒരു സംശയം തോന്നി, എന്നെ ദത്തെടുത്തതാണോ? ഈ കാര്യം അവൾ അച്ഛനോടും അമ്മയോടും ചോദിക്കുകയുണ്ടായി. പക്ഷേ അവരാരും തന്നെയും അത്തരത്തിലുള്ള സംഭവങ്ങൾ നടന്നിട്ടില്ല എന്നാണ് അവളോട് പറഞ്ഞത്. ഈ ഞങ്ങളുടെ മകൾ തന്നെയാണ്, ഈ മുടിയും കണ്ണുമൊക്കെ അത് സ്വാഭാവികമായിട്ടുണ്ടാകുന്നതാണ്. ഒരുപക്ഷെ വർഷങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന നമ്മുടെ പൂർവികർക്ക് ഇങ്ങനെയുള്ള ഫീച്ചേഴ്സൊക്കെ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ അതുകൊണ്ടൊന്നും അവളുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായില്ല. അവളത് വീണ്ടും ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. അവൾ അവരുടെ ഫാമിലി ട്രീ ഒക്കെ പരിശോധിച്ചിട്ടും അത്തരത്തിലുള്ള ആരെയും കണ്ടെടുക്കാൻ അവൾക്ക് സാധ്യമായതുമില്ല. ഒടുവിൽ അവളുടെ അമ്മ ഒരു കാര്യം അവളെ അറിയിക്കുകയുണ്ടായി. ഞങ്ങൾക്ക് കുറേയധികം വർഷങ്ങളായിട്ട് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഡോക്ടർ ഡൊണാൾഡ് ക്ലൈൻ്റെ ഹോസ്പിറ്റലിൽ ചെന്ന് അദ്ദേഹത്തെ നേരി കാണുന്നത്. അദ്ദേഹമാണ് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ നടത്തിയത്. അങ്ങനെയാണ് നിന്നെ ഞങ്ങൾക്ക് കിട്ടിയത്. നിൻ്റെ അമ്മ ഞാൻ തന്നെയാണ്.
പക്ഷേ നിൻ്റെ ബയോളജിക്കൽ ഫാദർ അത് മറ്റാരോ ആണ്, ഞങ്ങൾക്കറിയുകയില്ല, അത്തരത്തിലുള്ള ഡേറ്റകളൊന്നും ഞങ്ങൾക്ക് ലഭ്യമായിട്ടില്ല. പക്ഷേ അതുകൊണ്ടും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള അവളുടെ ജിജ്ഞാസയ്ക്ക് അറുതി ഉണ്ടായില്ല. അവൾ ഒറ്റ മകളായിരുന്നു, അവർക്ക് പിന്നീട് മക്കളൊന്നും ഉണ്ടായില്ല. ഒറ്റ മകളായതുകൊണ്ട് തന്നെ പലപ്പോഴും അവൾ ഒറ്റപ്പെട്ടിട്ടാണ് കഴിഞ്ഞു പോയിരുന്നത്. തനിക്കൊരു സഹോദരി അല്ലെങ്കിൽ ഒരു സഹോദരൻ ഉണ്ടായിരുന്നെങ്കിൽ അത് മനോഹരമായിട്ടുള്ളൊരു അവസ്ഥയാണ് സൃഷ്ടിക്കുന്നതെന്ന് അവൾക്ക് വ്യക്തമായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഡോക്ടറിൻ്റെ ക്ലിനിക്കിലേക്ക് അവൾ വിളിക്കുന്നുണ്ട്. അദ്ദേഹം തന്നെയാണ് ഫോൺ എടുക്കുന്നത്. തൻ്റെ അവസ്ഥയെക്കുറിച്ച് അവൾ വിവരിച്ച് കൊടുക്കുന്നുമുണ്ട്. ഒറ്റ മകളാണ്, മറ്റ് സഹോദരന്മാരുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ്, അവരുമായിട്ടൊരു കോണ്ടാക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഡോക്ടറിൻ്റെ മറുപടി ഇപ്രകാരമായിരുന്നു: നമ്മുടെ ഡേറ്റകളൊക്കെ തന്നെയും നഷ്ടമായിട്ടുണ്ട്. ആ കാലഘട്ടത്തിലൊന്നും കമ്പ്യൂട്ടറൈസ്ഡ് ആയിരുന്നില്ല ഹോസ്പിറ്റൽ. ഡേറ്റകളൊക്കെ തന്നെയും ഫയലുകളിൽ സൂക്ഷിച്ചിരുന്നതാണ്, പക്ഷേ അതൊക്കെ നഷ്ടമായിരിക്കുന്നു. ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നല്ലോ. നിങ്ങളുടെ പിതാവ് ഒരു PG ഡോക്ടർ ആയിരുന്നിരിക്കണം ആ ഒരു കാലഘട്ടത്തിൽ. കാരണം ആ കാലഘട്ടങ്ങളിലൊക്കെ തന്നെയും PG ഡോക്ടേഴ്സിൻ്റെ സ്പേംസ് ആണ് ഇപ്രകാരം കളക്ട് ചെയ്ത് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷന് വേണ്ടി ഉപയോഗിച്ചിരുന്നത്. ഒരു ഡോക്ടറിൽ നിന്നും 2-3 തവണ സ്പേംസ് കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ 2-3 സഹോദരന്മാർ ഇപ്പോൾ ഉണ്ടായിരിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങളൊന്നും ഷെയർ ചെയ്യാൻ സാധിക്കില്ല, കാരണം അത്തരത്തിലുള്ള ഡേറ്റകളൊന്നും എൻ്റെ പക്കലില്ല. അവൾക്ക് വലിയ നിരാശ തന്നെയാണ് തോന്നിയത്. പിന്നീടാണ് അവളുടെ വിവാഹം നടക്കുന്നത്. അവൾക്ക് കുഞ്ഞുങ്ങളുണ്ടായി. അങ്ങനെ അവൾക്ക് 35 വയസ്സ് പ്രായമായി. ആ സമയത്താണ് അവൾ TV-യിൽ ഒരു പരസ്യം കാണുന്നത്. നമ്മുടെ DNA അയച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മളുമായിട്ട് അകന്ന ബന്ധമുള്ള ആളുകളുടെ ബ്രാഞ്ച് തന്നെ അവർ രൂപീകരിച്ച് നമുക്ക് അയച്ചു തരുന്നതാണ്. ഒരുപാട് ആളുകൾ ഇപ്രകാരം ഡേറ്റ അയച്ചു കൊടുക്കും. ആ DNA-യുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു ഫാമിലി ട്രീ തന്നെ ബിൽഡ് ചെയ്യുന്നത്. ശരിക്കും ഇത് ഉപയോഗിക്കുന്നത് സഹോദരന്മാരെ കണ്ടെത്താൻ വേണ്ടിയല്ല. സാധാരണഗതിയിൽ എല്ലാവർക്കും അറിയാം അവരുടെ സഹോദരിയും സഹോദരനുമൊക്കെ ആരാണെന്ന്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശമെന്ന് പറയുന്നത് നമ്മുടെ അകന്ന ബന്ധത്തിലുള്ള ആൾക്കാരെ മനസ്സിലാക്കുക എന്നതാണ്. ഒരുപക്ഷെ ഏതെങ്കിലും ഒരു സെലിബ്രിറ്റി നമ്മുടെ ഫാമിലി ട്രീയുടെ ഒരു ഭാഗമായി എന്നും വരാം. ഈ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് എല്ലാവരും ഉപയോഗിക്കുന്നത്. പക്ഷേ ജക്കോബയുടെ ഉദ്ദേശം മറ്റൊന്നായിരുന്നു. തൻ്റെ യഥാർത്ഥ സഹോദരനെയും സഹോദരിയെയും ഒന്ന് കണ്ടെത്തുക. തൻ്റെ ഈ ഒറ്റപ്പെട്ട ജീവിതത്തിന് അതൊരു അറുതി വരുത്തുന്നതുമാണ്. ആദ്യം ഇത് അറിയിക്കുന്നത് തൻ്റെ ഭർത്താവിനോട് തന്നെയായിരുന്നു. ഭർത്താവിന് അതിൽ പൂർണ്ണ സമ്മതം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവർ അവളുടെ DNA കളക്ട് ചെയ്ത് ഈ ഒരു വെബ്സൈറ്റിലേക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു. അധികം വൈകാതെ തന്നെ അവളുടെ ടെസ്റ്റ് റിസൾട്ടുകൾ ലഭ്യമായി. വെബ്സൈറ്റിൽ അവൾ ലോഗിൻ ചെയ്ത് കയറിയപ്പോൾ അവളെ ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരമാണ് അവൾക്ക് ലഭ്യമായത്. പരമാവധി ഒരു സഹോദരനെയോ സഹോദരിയോ ഈ വെബ്സൈറ്റിൽ നിന്ന് കിട്ടുമെന്നാണ് അവൾ പ്രതീക്ഷിച്ചത്. കാരണം എല്ലാവരും ഇപ്രകാരം ഡേറ്റയൊന്നും അയച്ചു കൊടുക്കുന്നതല്ല. വളരെ കുറച്ച് പേർ മാത്രമാണ് ഇങ്ങനെ ഡേറ്റ അല്ലെങ്കിൽ DNA അയച്ചു കൊടുക്കുന്നത്. അതിൽ നിന്നും തൻ്റെ ഒരു സഹോദരിയോ അല്ലെങ്കിൽ സഹോദരനെയോ കിട്ടിയാൽ അതൊരു ഭാഗ്യമാണെന്നാണ് കരുതിയത്. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ അവൾക്ക് ഞെട്ടേണ്ടി വന്നു. കാരണം 1-2 പേരുടെ റിസൾട്ടല്ല അവളുടെ സഹോദരിമാരായിട്ട് കാണിച്ചിരിക്കുന്നത്. അവളുടെ അതേ അച്ഛനിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടുള്ള 7 സഹോദരിമാർ അല്ലെങ്കിൽ 7 സഹോദരന്മാർ. അവളും കൂടെ ആകുമ്പോൾ മൊത്തം 8. അതൊരു അത്ഭുതം തന്നെയായിരുന്നു അവൾക്ക്. കാരണം മുൻപ് ഡോക്ടറിനോട് ചോദിച്ചപ്പോൾ ഒരു ഡോക്ടറിൽ നിന്നും പരമാവധി 2-3 തവണ മാത്രമേ ഇത്തരത്തിൽ സ്പേം കളക്ട് ചെയ്യുകയുള്ളൂ എന്നാണ്. അങ്ങനെയാണെങ്കിൽ പരമാവധി അവൾക്ക് 2 സഹോദരന്മാർ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. പക്ഷേ ഇവിടെ അത് 7 എണ്ണമായിട്ട് മാറിയിരിക്കുകയാണ്. അത് അവരിൽ വലിയ രീതിയിലുള്ള ഒരു ഭീതിയാണ് ഉണ്ടാക്കിയത്. ആദ്യം തന്നെ അവൾ ഭയപ്പെട്ടത് ഇനി തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് തൻ്റെ ഒരു സഹോദരനായിരിക്കുമോ എന്നാണ്. കാരണം തൻ്റെ ഭർത്താവും ഇതേ സിറ്റിയിൽ തന്നെ പെട്ട ഒരു വ്യക്തിയാണ്. അവർ ഭർത്താവിൻ്റെയും DNA പരിശോധിച്ചു. ആശ്വാസമായി. ഭർത്താവും താനും തമ്മിൽ ഡയറക്റ്റായി ഒരു ബന്ധവുമില്ല. പക്ഷേ അതുകൊണ്ടൊന്നും അവളുടെ അന്വേഷണങ്ങൾ അവസാനിപ്പിക്കുകയുണ്ടായില്ല. ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന ആ 7 സഹോദരന്മാരുമായിട്ട് ചേർന്നിട്ട് അവൾ ഒരു കമ്മ്യൂണിറ്റി രൂപീകരിക്കുന്നുണ്ട്. അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് എന്ത് തെറ്റാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക എന്നതാണ്. ആ ഡോക്ടറാണോ ഇതിൻ്റെ പിന്നിലുള്ള കാരണം? അവർ പരസ്പരമുള്ള സംഭാഷണങ്ങൾക്കിടയിൽ അത്തരത്തിലുള്ള തമാശകൾ പോലും അവർ പറയുകയുണ്ടായി. ഒരുപക്ഷെ ആ ഡോക്ടർ തന്നെ ആയിരിക്കാം ഒരേ സ്പേം തന്നെ ഉപയോഗിച്ചതെന്ന്. അത്തരത്തിലുള്ള തമാശ പറയുമ്പോൾ അവർ ഒരിക്കൽ പോലും ചിന്തിച്ചിരുന്നില്ല അത് വെറും തമാശയല്ല, അത് വാസ്തവമാണെന്ന്. ഈ 7 എന്നുള്ള ഒരു സംഖ്യ അത് വലിയൊരു സംഖ്യയായിട്ട് മാറുമെന്ന് അവർ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. അവർ 8 പേരും ചേർന്ന് നടത്തിയിട്ടുള്ള ആ ചർച്ചയ്ക്കൊടുവിൽ
ഒരു മാർഗം തെളിഞ്ഞു വരികയുണ്ടായി. അവരുടെ സെക്കൻഡ് കസിൻസിനെ കണ്ടെത്തുക. ഈ ഒരു വെബ്സൈറ്റ് ഉപയോഗിച്ചിട്ട് അവരുടെ യഥാർത്ഥ സഹോദരി സഹോദരന്മാരെ മാത്രമല്ല അകന്ന ബന്ധുക്കളെ പോലും കണ്ടെത്താൻ സാധിക്കുന്നതാണ്. സെക്കൻഡ് കസിൻസിനെയും കണ്ടെത്താൻ സാധിക്കുന്നതാണ്. അത്തരത്തിൽ അവൾ പരിശോധനകൾ നടത്തിയപ്പോൾ സിൽവിയ എന്ന ഒരു പേരാണ് അവർക്ക് ലഭ്യമായത്. സിൽവിയയുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുകയുണ്ടായി. അവരുടെ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു. ഇങ്ങനൊരു പ്രതിസന്ധിയിലാണ് ഞങ്ങൾ പെട്ടിരിക്കുന്നത്. സിൽവിയയുടെ ബന്ധമുള്ള ആളുകളുടെ സർനെയിം അല്ലെങ്കിൽ അവരുടെ ഫാമിലി നെയിം ഞങ്ങൾക്ക് അയച്ചു തരാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. അധികം വൈകാതെ തന്നെ സിൽവിയയിൽ നിന്ന് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് സംഭവിക്കുന്നുണ്ട്. അവൾക്കറിയാവുന്ന പരമാവധി ആളുകളുടെ സർനെയിം അവർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു. ജക്കോബ ശ്വാസം അടക്കി പിടിച്ചുകൊണ്ട് ഓരോ പേരുകളിലൂടെ കടന്നു പോവുകയുണ്ടായി. ആ പേരുകളിലൊന്നും തന്നെ ക്ലൈൻ എന്ന ഒരു പേരുണ്ടാകാൻ പാടില്ല എന്ന് അവൾ ആഗ്രഹിച്ചു. കാരണം അത് ആ ഡോക്ടറിൻ്റെ പേരാണ്. ആ പേര് അവിടെ ഉണ്ടെങ്കിൽ അയാൾ 10-15 വർഷങ്ങളോളം ജോലി ചെയ്ത വ്യക്തിയാണ് ഇതേ ഹോസ്പിറ്റൽ ഇതേ രീതിയിൽ തന്നെ. അങ്ങനെയാണെങ്കിൽ ആ 15 വർഷങ്ങൾക്കിടയിൽ 1000-ലധികം പേർക്ക് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും ഈ സിറ്റിയിൽ തന്നെ. അങ്ങനെയാണെങ്കിൽ ഈ സിറ്റിയിൽ തന്നെ 1000-ലധികം സഹോദരന്മാർ ഉണ്ടാകേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ അവർ ഓരോ ദിവസവും കാണുന്ന വ്യക്തികൾ, ആ വ്യക്തികൾ അവരുടെ സഹോദരനോ സഹോദരിയോ ആയിരിക്കും. മുൻപ് കോളേജ് ജീവിതത്തിൽ അവർ ഡേറ്റിങ്ങിൽ ഏർപ്പെട്ടിട്ടുള്ള പലരും അവരുടെ സഹോദരന്മാർ ആയിരിക്കാം. ഇത്തരത്തിലുള്ള വലിയൊരു ചോദ്യത്തിൻ്റെ മുൻപിലാണ് അവർ അകപ്പെട്ടിരിക്കുന്നത്. പക്ഷേ അവൾക്ക് ആശ്വാസമായി സിൽവിയ അയച്ചു തന്നിരിക്കുന്ന ആ ലിസ്റ്റിൽ ക്ലൈൻ എന്നുള്ള ഒരു പേരുണ്ടായിരുന്നില്ല. പക്ഷേ പെട്ടെന്ന് തന്നെ ഒരു പേര് അവൾ സ്ട്രൈക്ക് ചെയ്യുകയുണ്ടായി. അത് സ്വിൻഫോർഡ് എന്ന ഒരു പേരാണ്. അവൾ കുറേ നേരം ആലോചിച്ചു, എന്താണ് ഈ സ്വിൻഫോർഡ്? ഈ പേര് ഞാൻ ഇതിനു മുൻപ് എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. പെട്ടെന്ന് തന്നെയാണ് ഡോക്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളുടെ സർനെയിം അവൾ ശേഖരിച്ചു വെച്ചതായിട്ട് ഓർക്കുന്നത്. ആ ലിസ്റ്റ് പെട്ടെന്നെടുത്ത് പരിശോധിക്കുകയുണ്ടായി. പരിശോധിച്ചപ്പോൾ ഒരു കാര്യം അവൾക്ക് വ്യക്തമായി. ഡോക്ടർ ഡൊണാൾഡ് ക്ലൈൻ്റെ അമ്മയുടെ കുടുംബ പേര് അത് സ്വിൻഫോർഡ് എന്നാണ്. ഉടനെ തന്നെ സിൽവിയയ്ക്ക് ഒരു മെസ്സേജ് കൂടി അവൾ അയക്കുകയുണ്ടായി. ആ മെയിൽ ഇപ്രകാരമാണ്: നിങ്ങൾക്ക് ക്ലൈൻ എന്ന സർനെയിമിൽ അറിയപ്പെടുന്ന ആരെയെങ്കിലും പരിചയമുണ്ടോ? ഒട്ടും വൈകാതെ തന്നെ മറുപടി മെയിലിൽ ലഭ്യമായി. ഞാൻ പറയാൻ വിട്ടുപോയി, ക്ലൈൻ എന്ന് പറയുന്ന ഒരു സർനെയിം ഉണ്ട്. മാത്രമല്ല ഡോക്ടർ ഡൊണാൾഡ് ക്ലൈൻ എന്ന് പറയുന്ന ഒരു വ്യക്തി തൻ്റെ സഹോദരനാണ്, തൻ്റെ കസിനാണ്. ഡോക്ടർ ഡൊണാൾഡ് ക്ലൈൻ ഒരു ഡോക്ടർ കൂടിയാണ്. അയാൾ ഇന്ന ഹോസ്പിറ്റലിൽ ഇത്രത്തോളം നാൾ പ്രവർത്തിച്ചിരുന്ന ഒരു ഡോക്ടറാണ്. ഞെട്ടലോടുകൂടി തന്നെയാണ് ആ വാർത്ത ജക്കോബ മനസ്സിലാക്കുന്നത്. കാരണം അവൾ ഭയപ്പെട്ടിരുന്നത് ഇതേ കാര്യം തന്നെയായിരുന്നു. ഇത് യാഥാർത്ഥ്യമായിരിക്കുന്നു. ഇനി മുൻപോട്ടുള്ള ജീവിതം അതൊരു സാധാരണ ജീവിതമായിരിക്കുകയില്ല. തൻ്റെ ചുറ്റുപാടുമുള്ളത് ഒരുപക്ഷെ തൻ്റെ സഹോദരന്മാർ തന്നെയായിരിക്കാം. ഇതിങ്ങനെ വെറുതെ വിടാൻ പാടില്ല. കൃത്യമായിട്ടുള്ള അന്വേഷണം ഉണ്ടായിരിക്കണം. പക്ഷേ എങ്ങനെയാണ് ഈ കേസ് ഫയൽ ചെയ്യുക? അവൾക്ക് ഇതിനെക്കുറിച്ച് ഒരു ധാരണയും ഉണ്ടായിരുന്നില്ല. നെറ്റിൽ കുറേയധികം നേരം പരതിയപ്പോൾ മാത്രമാണ് അവൾക്ക് ആ പേര് കാണാൻ സാധ്യമായത്. അറ്റോർണി ജനറൽ. ഈ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നത് അറ്റോർണി ജനറലാണ്. അറ്റോർണി ജനറലിന് ഒരു കേസ് കൊടുക്കുക. ഈ വിവരങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഓൺലൈനായിട്ട് തന്നെ അവൾ അത് ചെയ്യുകയും ഉണ്ടായി. അധികം വൈകാതെ അറ്റോർണി ജനറലിൻ്റെ ഓഫീസിൽ നിന്നും അവൾക്കൊരു സന്ദേശവും ലഭ്യമായി. അന്വേഷണം അധികം വൈകാതെ തന്നെ ആരംഭിക്കുന്നതാണ്. നിങ്ങളെ അന്വേഷിച്ചുകൊണ്ട് ഇവിടുന്ന് 1-2 ഡിറ്റക്ടേഴ്സ് എത്തിച്ചേരുന്നതുമാണ്. അവരുമായിട്ട് സഹകരിക്കുക, അവർ നിങ്ങളെ സഹായിക്കുന്നതാണ്. അവൾ കാത്തിരിക്കാൻ തുടങ്ങി. ഒരു ദിവസം കഴിഞ്ഞു, 2 ദിവസങ്ങൾ കഴിഞ്ഞു, ആഴ്ചകൾ കഴിഞ്ഞു, അത് മാസങ്ങളായി. പക്ഷേ ഒരു രീതിയിലുള്ള റെസ്പോൺസും അറ്റോർണി ജനറലിൻ്റെ ഓഫീസിൽ നിന്ന് ഉണ്ടായിട്ടില്ല. ഒരു ഡിറ്റക്ടേഴ്സും അവളെ അന്വേഷിച്ച് അവിടേക്ക് വരികയും ഉണ്ടായില്ല. ഇപ്പോഴുള്ള സ്റ്റാറ്റസ് എന്താണെന്ന് അറിയാനായിട്ട് അവൾ വീണ്ടും മെയിലുകൾ അയക്കാൻ തുടങ്ങി. അതിന് റെസ്പോൺസായിട്ട് വരുന്നത് ഇപ്പോഴും പെൻഡിങ്ങിൽ ആണെന്ന് മാത്രമാണ്. പിന്നീടുള്ള ഏക ആശ്രയം മീഡിയയായിരുന്നു. അവൾ ആ കാലഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്ന പ്രശസ്തമായിട്ടുള്ള എല്ലാ മീഡിയകളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്തു. പക്ഷേ ആരും റെസ്പോണ്ട് ചെയ്യാൻ കൂട്ടാക്കിയില്ല. വളരെ പ്രശസ്തരായിട്ടുള്ള പല മാധ്യമപ്രവർത്തകരെയും കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിച്ചു. അതൊക്കെ പരാജയത്തിലാണ് കലാശിച്ചത്. എന്ത് ചെയ്യണമെന്നറിയാതിരിക്കുന്ന ഒരു സമയം. ആ സമയത്താണ് അവിചാരിതമായിട്ട് അവൾ ആ ഒരു TV പ്രോഗ്രാം കാണുന്നത്. ഏഞ്ചല ഗൊണോട്ടെ എന്ന സ്ത്രീ അവതരിപ്പിച്ചിരുന്ന ഒരു പ്രോഗ്രാമാണ്. വളരെ ചടുലമായിട്ടാണ് ആ സ്ത്രീ സംസാരിക്കുന്നത്. വളരെ ബോൾഡായിട്ട് ചോദ്യങ്ങൾ ചോദിക്കുകയും കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്.
ഇത് എനിക്ക് പറ്റിയിട്ടുള്ള ഒരു ജേർണലിസ്റ്റ് ആണെന്ന് അവൾ മനസ്സിലാക്കി. എന്തുകൊണ്ടാണ് ഞാൻ ഇവർക്ക് ഇത്രയും നാളായിട്ട് ഒരു മെയിലും അയക്കാതിരുന്നത്? ഒട്ടും വൈകാതെ തന്നെ ഏഞ്ചലയുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് കണ്ടെത്തി ഒരു മെസ്സേജ് തന്നെ അയക്കുകയുണ്ടായി. വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു മെസ്സേജ് ആയിരുന്നു. അതിൽ കാര്യങ്ങൾ വിശദമായിട്ട് എഴുതി അയച്ചിട്ടുമുണ്ടായിരുന്നു. ഏഞ്ചല ശരിക്കും ഞെട്ടലോടുകൂടി തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ വായിച്ചു മനസ്സിലാക്കുന്നത്. അവർക്ക് വലിയ താല്പര്യം തോന്നി. ഇതൊരു സാധാരണ കേസല്ല, ഒരു അസാധാരണ കേസാണ്. ഇത് വെളിച്ചത്ത് കൊണ്ടുവരേണ്ടത് തന്നെയാണ്. ഒരു സാധാരണക്കാരൻ ചിന്തിക്കുന്നത് ഇതത്ര വലിയ കാര്യമാണോ എന്നാണ്. ഒരു കാര്യം ശരി തന്നെയാണ്, ആ ഡോക്ടർ ചെയ്തത് നല്ലൊരു കാര്യമല്ല. പക്ഷേ ഇത്രയധികം പേർ സഹോദരി സഹോദരന്മാരാണെങ്കിൽ പോലും അവർ പരസ്പരം അറിയുന്നില്ലല്ലോ. അപ്പോൾ ഒരു മനസാക്ഷി കുത്തുമില്ലാതെ അവർ കെട്ടാൻ പോകുന്ന ആ വ്യക്തി സ്വന്തം സഹോദരനാണെങ്കിൽ പോലും കഴിഞ്ഞു പോകാമല്ലോ. അത് എത്തിക്കലി ഉള്ള ഒരു കാര്യമാണ്. ഇവർ അറിയുന്നില്ലെങ്കിൽ എത്തിക്കലി അവർക്ക് ഒരു രീതിയിലുള്ള പ്രശ്നവും ഉണ്ടാകുന്നില്ല. പക്ഷേ ബയോളജിക്കലി ഒരു പ്രശ്നമുണ്ട്. ഒരേ സഹോദരനും സഹോദരിയുമാണെങ്കിൽ അവർക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് പല രീതിയിലുള്ള അസുഖങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ജനിതകപരമായിട്ട് പകരുന്ന രോഗങ്ങൾ അത് തീർച്ചയായിട്ടും അടുത്ത തലമുറയ്ക്ക് പകർന്നു കിട്ടുന്നതാണ്. പിന്നീടുള്ള ജീവിതം നരകപൂർണമായിട്ടുള്ള ഒരു ജീവിതം തന്നെ ആയിരിക്കും. അവർക്ക് മാത്രമല്ല, പുതിയതായിട്ട് ഒന്നും അറിയാതെ ഈ ഭൂമിയിൽ ജനിച്ചു വീഴുന്ന ആ കുഞ്ഞിന്. അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ആരൊക്കെയാണ് ഇപ്പോൾ ആ വ്യക്തിയുടെ കുഞ്ഞുങ്ങളായിട്ട് ജനിച്ചു വീണിരിക്കുന്നത്? അവർ തമ്മിലൊരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കി അത്തരത്തിലുള്ള ഒരു വിവാഹം അല്ലെങ്കിൽ ഒരു പ്രണയബന്ധം ഉണ്ടാകാതിരിക്കാനായിട്ട് ശ്രമിക്കേണ്ടതുമാണ്. പിന്നെ ഇതിനെല്ലാം കാരണക്കാരനായ ആ ചതിയനെ കണ്ടെത്തി അയാൾക്ക് വേണ്ട ശിക്ഷയും കൊടുക്കേണ്ടതാണ്. ആഞ്ചല അത് തന്നെ ഉറപ്പിച്ചു. ഈ ഒരു സത്യം വെളിച്ചത്ത് കൊണ്ടുവരേണ്ടത് എൻ്റെ ഒരു ഉത്തരവാദിത്തം തന്നെയാണ്. അതിനുവേണ്ടി അവർ ആദ്യം ചെയ്തത് ആ ഡോക്ടറിനെ കോൺടാക്റ്റ് ചെയ്യുക എന്നതാണ്. ഡോക്ടർ ഡൊണാൾഡുമായിട്ട് കുറേ അധികം നേരം അവൾ ഫോണിലൂടെ സംഭാഷണത്തിൽ ഏർപ്പെടുകയുണ്ടായി. ഡോക്ടർ അതെല്ലാം നിഷേധിക്കുകയായിരുന്നു. അത്തരത്തിലുള്ള ഒരു കുഞ്ഞുങ്ങളും ഉണ്ടായിട്ടില്ല, എൻ്റെ സ്പേം ഒരു തവണ പോലും ഉപയോഗിച്ചിട്ടില്ല, ഇതൊക്കെ തെറ്റായിട്ടുള്ള കാര്യങ്ങളാണെന്ന് അയാൾ വ്യക്തമായിട്ട് തന്നെ അവതരിപ്പിച്ചു. പക്ഷേ ആഞ്ചലയുടെ പെട്ടെന്നുണ്ടായ ഒരു ചോദ്യത്തിന് മുൻപിൽ അയാൾ പകച്ചുപോയി. അങ്ങനെയാണെങ്കിൽ ഒരു DNA പരിശോധന നടത്തുന്നതിൽ ഒരു തെറ്റുമില്ലല്ലോ. തങ്ങൾക്ക് തങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കാനുള്ളൊരു അവസരം കൂടിയാണ്. ഇതിന് മറുപടിയൊന്നും ഡോക്ടർ നൽകിയില്ല. അപ്പോൾ തന്നെ ദേഷ്യപ്പെട്ട് ഫോൺ ഡിസ്കണക്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. അതോടുകൂടി അവൾ ഉറപ്പിച്ചു, ഇതിന് പിന്നിലുള്ള ക്രൂരനായ വ്യക്തി അത് ഡൊണാൾഡ് തന്നെയാണ്. 10-15 കേസുകളല്ല, ഇനിയും ഒരുപാട് കേസുകളുണ്ട്. ഒരുപാട് പേർക്ക് അത്തരത്തിൽ അയാൾ ജന്മം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് DNA നൽകാൻ അയാൾ ഭയക്കുന്നത്. പിന്നീട് അവർ തന്നെ അറ്റോർണി ജനറലുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയുണ്ടായി. പക്ഷേ അപ്പോഴും അന്വേഷണം പെൻഡിങ്ങിലാണെന്നുള്ള ഒരു വാർത്ത മാത്രമാണ് അവർക്ക് ലഭ്യമായത്. ഈ സമയത്ത് ജക്കോബ വെറുതെ ഇരിക്കാൻ കൂട്ടാക്കിയില്ല. അവരും അവരുടേതായിട്ടുള്ള അന്വേഷണങ്ങൾ ആരംഭിക്കുകയായിരുന്നു. ഡോക്ടർ ഡൊണാൾഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ആളുകളുടെയും മെയിലുകളും സോഷ്യൽ മീഡിയ ഐഡികളും അവർ ശേഖരിക്കുകയുണ്ടായി. അവർക്കെല്ലാം ഈ പ്രശ്നം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ കത്തുകൾ അയക്കുകയുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വിവരമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഞങ്ങളെ അറിയിക്കുക. അത് ഞങ്ങളെ വലിയ രീതിയിൽ സഹായിക്കുന്നതാണ്. അവളെ ഞെട്ടിച്ചുകൊണ്ട് തന്നെ 2 ആഴ്ചയ്ക്കുള്ളിൽ അവൾക്ക് ലഭ്യമായിട്ടുള്ള ഒരു മെസ്സേജ്, ആ മെസ്സേജ് ആ ഡോക്ടറിൻ്റെ മകൻ്റെ മെസ്സേജാണ്. സ്വന്തം മകൻ്റെ മെസ്സേജാണ്, സ്വന്തം ഭാര്യയിലുണ്ടായ മകൻ്റെ മെസ്സേജാണ്. അയാൾ പറഞ്ഞത്, നമുക്ക് നേരിട്ട് കാണാം, അടുത്തുള്ള പള്ളിയിൽ വെച്ച് നമുക്ക് നേരിട്ട് സംസാരിക്കാം. ഇതനുസരിച്ച് ജക്കോബ പള്ളിയിൽ എത്തിച്ചേരുന്നുണ്ട്. അവിടെ 2 പേരാണ് ജക്കോബയെ കാത്ത് ഇരിപ്പുണ്ടായിരുന്നത്. 2 പേരും ഡോക്ടറിൻ്റെ മക്കളാണ്, ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും. 2 പേർക്കും ഏകദേശം 40 വയസ്സോളം പ്രായമുണ്ടായിരുന്നു. 2 പേരും സ്നേഹത്തോടു കൂടി തന്നെയാണ് ജക്കോബയുമായിട്ട് സംസാരിച്ചത്. കാരണം അവരുടെ സഹോദരിയാണ് ജക്കോബ. അവരെല്ലാം കൂട്ടിയിണക്കുന്ന ഒരു കണ്ണിയുണ്ട്, അവരുടെ കോമൺ ഫാദർ, അത് ഡോക്ടർ ഡൊണാൾഡാണ്. ഡോക്ടർ ഡൊണാൾഡ് അദ്ദേഹത്തിൻ്റെ മക്കളോട്, സ്വന്തം മക്കളോട് ആ സത്യം പറയുകയുണ്ടായി. അങ്ങനെ ഒരു അബദ്ധം എൻ്റെ ഭാഗത്തു നിന്ന് സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ അധികമൊന്നുമില്ല, 10 പേർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ എൻ്റെ സ്പേം കൊടുത്തിട്ടുള്ളത്. അത് ഒരു ദുരുദ്ദേശവും വെച്ചുകൊണ്ടല്ല, മറിച്ച് ആവശ്യമായിട്ടുള്ള ഡോണേഴ്സിനെ കിട്ടാതെ വന്നതുകൊണ്ട് മാത്രമാണ് അത്തരത്തിലുള്ള നടപടി സ്വീകരിച്ചത്. പക്ഷേ ഇത് കേട്ട ജക്കോബയ്ക്ക് കാര്യങ്ങൾ വ്യക്തമായിരുന്നു. ഇത് 10 അതിനും ഉപരിയായിട്ട് അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഡോണേഴ്സിനെ കിട്ടാതെ വന്നപ്പോഴല്ല അയാൾ ഇത്തരത്തിലുള്ള ഒരു ചതി ചെയ്തത്. അതിൻ്റെ പിന്നിൽ വേറെന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട്, അയാൾക്ക് മാത്രം അറിയാവുന്ന രഹസ്യങ്ങൾ.
അപ്പോഴേക്കും ഏഞ്ചല ഫോക്സ് 59 എന്ന ചാനലിലൂടെ ഒരു വാർത്താ വിവരണം അവതരിപ്പിക്കുകയുണ്ടായി. അതോടുകൂടി ആ സ്റ്റേറ്റിലുള്ള ഒരുമാതിരിപ്പെട്ട ആളുകളൊക്കെ തന്നെയും ഇപ്രകാരമുള്ള ഒരു ചതിയെക്കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്തു. പക്ഷേ ഏഞ്ചല മനഃപൂർവ്വം ആ ഡോക്ടറിൻ്റെ പേര് കൊടുത്തിരുന്നില്ല. കാരണം DNA റിസൾട്ടൊന്നും ലഭ്യമായിട്ടില്ല. ഇനിയിപ്പോൾ ആ ഡോക്ടറല്ല ഇതിൻ്റെ കാരണക്കാരനെങ്കിൽ, ആ ഡോക്ടറല്ല യഥാർത്ഥത്തിലുള്ള അച്ഛനെങ്കിൽ, അത് ഈ TV പ്രോഗ്രാമിനെ തന്നെ, ഈ TV ചാനലിനെ തന്നെ ഗുരുതരമായ രീതിയിൽ ബാധിക്കുന്നതാണ്. അതുകൊണ്ടാണ് ആ പേരുകളൊന്നും കൊടുക്കാതിരുന്നത്. പക്ഷേ അധികം വൈകാതെ തന്നെ വീണ്ടും ഒരു സംരക്ഷണം ഉണ്ടാവുകയുണ്ടായി. ഇത്തവണ ആ സഹോദരന്മാരെല്ലാം ആ പരിപാടിയിൽ പങ്കെടുത്തു. അപ്പോൾ മാത്രമാണ് ഡോക്ടറിൻ്റെ പേര് ആ പരിപാടിയിൽ പരാമർശിച്ചത്. ഈ പരിപാടി ലൈവായിട്ട് കണ്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തിയുണ്ട്, ജൂലി ഹാർമാൻ്റെ ഭർത്താവ്. ജൂലി ഹാർമാന് ഏതാണ്ട് ഒരു 40 വയസ്സോളം പ്രായമുണ്ട്. അയാൾ ഞെട്ടലോടുകൂടി തന്നെയാണ് ആ പ്രോഗ്രാം മുഴുവനായിട്ടും കണ്ടത്. കാരണം അതിൽ കാണുന്ന ആ സിബ്ലിങ്സ്, ആ സഹോദരന്മാർ, അവർക്ക് ഏതാണ്ട് എല്ലാം ഒരേ രൂപസാദൃശ്യമൊക്കെ തന്നെയാണ്, ഒരേ രീതിയിലുള്ള മുടിയും കണ്ണുകളും ഒക്കെയാണ്. അതിലെ ജക്കോബയുമായിട്ട് തൻ്റെ ഭാര്യയ്ക്ക് വലിയ ഒരു സാമ്യമുണ്ടെന്ന് അയാൾ മനസ്സിലാക്കി. ജക്കോബയായിട്ട് മാത്രമല്ല, അവിടെയുള്ള മിക്ക ആളുകളുമായിട്ടും തൻ്റെ ഭാര്യയ്ക്ക് നല്ല ഒരു സാമ്യമുണ്ട്. ഈ കാര്യം ജൂലിയോട് അയാൾ പറയുന്നുണ്ട്. ഇപ്പം ജൂലി മറുപടിയായിട്ട് അയാളോട് ദേഷ്യപ്പെടുകയാണ് ഉണ്ടായത്. അത്തരത്തിലുണ്ടായ ഒരു കുഞ്ഞല്ല, അങ്ങനെ ഒരു ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷനും ഉണ്ടായിട്ടില്ല, എൻ്റെ അച്ഛനും അമ്മയ്ക്കും നേരിട്ടുണ്ടായിട്ടുള്ള ഒരു കുഞ്ഞ് തന്നെയാണ് ഞാൻ. ഇങ്ങനെയൊക്കെ തൻ്റെ ഭർത്താവിനോട് പറഞ്ഞെങ്കിലും ഒരു ചെറിയ സംശയം അവളുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു. എന്തായാലും ഈ കാര്യങ്ങളൊക്കെ തൻ്റെ അമ്മയെ വിളിച്ച് അറിയിക്കണമെന്ന് അവൾക്ക് തോന്നി. പക്ഷേ അമ്മയ്ക്ക് ഈ കാര്യങ്ങൾ കേട്ടപ്പോൾ വലിയ ഞെട്ടലൊന്നും ഉണ്ടായില്ല. ഇത്തരത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ നടത്തിയിട്ടുണ്ട്, പക്ഷേ നിൻ്റെ അച്ഛൻ്റെ സെമൻ തന്നെയാണ് ഉപയോഗിച്ചത്, അതുകൊണ്ട് പേടിക്കേണ്ട ഒരു ആവശ്യവുമില്ല, നിൻ്റെ അച്ഛനും അമ്മയും ഞങ്ങൾ തന്നെയാണ്, അതിലൊരു മാറ്റവുമില്ല. അപ്പോൾ വളരെ സംശയത്തോടു കൂടി തന്നെ ജൂലി ആ ക്ലിനിക്കിൻ്റെ പേര് ചോദിച്ചു. ആരായിരുന്നു അന്ന് നിങ്ങളെ ചികിത്സിച്ചത്? ആ അമ്മ ആ പേര് പറയുകയുണ്ടായി, ഡോക്ടർ ഡൊണാൾഡ് ക്ലൈൻ. ജൂലിയുടെ കണ്ണുകൾ നിറഞ്ഞ് കവിയാൻ തുടങ്ങി. അവൾ ഒട്ടും വൈകാതെ തന്നെ അവളുടെ DNA ആ ഒരു വെബ്സൈറ്റിലേക്ക് അയച്ചു കൊടുത്തു. അതിൻ്റെ റിസൾട്ടും വന്നു. റിസൾട്ടിന് തൊട്ട് പിന്നാലെ തന്നെ ജക്കോബയുടെ മെസ്സേജും അതേ വെബ്സൈറ്റിൽ നിന്ന് തന്നെ അവൾക്ക് ലഭ്യമാവുകയുണ്ടായി. നമ്മളെല്ലാം സഹോദരിമാരാണ്, ആ ഒരു കണ്ണിയുടെ ഒരു ഭാഗമായിട്ട് നിങ്ങളും മാറിയിരിക്കുകയാണ്. ജക്കോബയുടെ മെയിലും ആ കൂട്ടത്തിലുണ്ടായിരുന്നു, എത്രയും പെട്ടെന്ന് എന്നോട് സംസാരിക്കുക, നമുക്ക് കുറേയധികം കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ജൂലിക്ക് പൊട്ടിക്കരയാനാണ് തോന്നിയത്. അവൾ ഉടനെ തന്നെ തൻ്റെ അമ്മയെ വിളിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. പക്ഷേ അമ്മ അപ്പോഴും വാദിച്ചുകൊണ്ടിരിക്കുകയാണ്, മറ്റുള്ള ഇൻസെമിനേഷൻ പോലെ ആയിരുന്നില്ല ഇത്. കാരണം ഓരോ തവണയും ആ ക്ലിനിക്കിൽ സന്ദർശിക്കുമ്പോഴും തൻ്റെ ഭർത്താവ് ഒപ്പം ഉണ്ടായിരുന്നു. ഭർത്താവിൻ്റെ സ്പേം തന്നെയാണ് അവിടെ കൊടുത്തത്, അതുകൊണ്ട് തന്നെ ആ സ്പേം ആയിരിക്കണമല്ലോ അവർ ഉപയോഗിച്ചത്. ജൂലി തർപ്പിച്ചു പറഞ്ഞു, DNA പരിശോധന നടത്തിയിട്ടുണ്ട്, അച്ഛൻ്റെ സ്പേം ഉപയോഗിച്ചിട്ടല്ല അന്ന് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ നടത്തിയത്. ജൂലിയുടെ അമ്മയ്ക്ക് വലിയ വിഷമം തന്നെയാണ് ഉണ്ടായത്. എങ്ങനെയാണ് ഈ കാര്യം തൻ്റെ ഭർത്താവിനോട് പറയുക? അവൾ രണ്ടും കൽപ്പിച്ച് ഭർത്താവിനോട് ഇത് തുറന്ന് പറയുക തന്നെ ഉണ്ടായി. അയാൾ വലിയ രീതിയിൽ തകർന്നു പോയി. അയാൾക്ക് ഇത് വിശ്വസിക്കാൻ പോലും സാധ്യമായില്ല. കഴിഞ്ഞ 40-40 വർഷമായി താൻ സ്നേഹിച്ചു പോന്നിരുന്ന തൻ്റെ മകൾ, അത് തൻ്റെ മകളല്ല, തൻ്റെ രക്തത്തിലുണ്ടായിട്ടുള്ള മകളല്ല, അങ്ങനെയാണ് കരുതി പോന്നിരുന്നത്. ഈ ഒരൊറ്റ നിമിഷം കൊണ്ട് ലോകമങ്ങ് ഇല്ലാതെ ആയിരുന്നെങ്കിൽ എന്ന് അയാൾ ആശിച്ചു പോയി. ജൂലിക്കും ജൂലിയുടെ അമ്മയ്ക്കും ഇത് വലിയ ആഘാതം തന്നെ ആയിരുന്നു. ജൂലിയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ഐഡൻറ്റിറ്റി തന്നെ നഷ്ടമായിരിക്കുകയാണ്. ഇത്രയും കാലം അവൾ വിശ്വസിച്ചിരുന്നത് തൻ്റെ അച്ഛൻ ഇന്ന വ്യക്തി ആയിരുന്നു എന്നാണ്. പക്ഷേ ഇപ്പോൾ ഈ നിമിഷം മാത്രം അവൾ തിരിച്ചറിയുന്നു ആ വ്യക്തിയുമായിട്ട് തനിക്ക് ഒരു രീതിയിലുള്ള രക്തബന്ധവുമില്ലെന്ന്. പക്ഷേ ജൂലി അപ്പോഴും തർപ്പിച്ച് പറയുന്നുണ്ടായിരുന്നു, ഈ ക്രൂരനായ വ്യക്തിയല്ല എൻ്റെ അച്ഛൻ. എന്നെ വർഷങ്ങളായിട്ട്, കഴിഞ്ഞ 40 വർഷമായിട്ട് സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ആ പാവപ്പെട്ട മനുഷ്യൻ തന്നെയാണ് എൻ്റെ അച്ഛൻ. ബയോളജിക്കൽ ഫാദർ അല്ലായിരിക്കാം, പക്ഷേ അയാളെ അല്ലാതെ മറ്റാരെയും ഞാൻ അച്ഛനായി കാണുകയില്ല. അപ്പോഴേക്കും ആ വെബ്സൈറ്റിൻ്റെ സഹായത്താൽ 14ഓളം സഹോദരന്മാരെയാണ് ജക്കോബയ്ക്ക് കണ്ടെത്താൻ സാധ്യമായത്. ഇതിൽ കുറേ അധികം പേർ നേരിട്ട് ഡോക്ടർ ഡൊണാൾഡിനെ കാണാൻ തന്നെ തീരുമാനിച്ചു. ഡോക്ടർ ഡൊണാൾഡിൻ്റെ സ്വന്തം ഭാര്യയിലുണ്ടായ മകൻ്റെ ഒരു ഇടപെടൽ കാരണമാണ് ഇങ്ങനൊരു മീറ്റിംഗ് തന്നെ സാധ്യമായത്.
അവരെല്ലാവരും ശ്വാസം അടക്കി പിടിച്ചുകൊണ്ട് ആ ഡോക്ടറിൻ്റെ വീട്ടിലേക്ക് കയറി ചെന്നു. അപ്പോൾ ഡോക്ടർ അവിടെ ഇല്ലായിരുന്നു, അയാളുടെ മുറിയിലായിരുന്നു. ഡോക്ടറിൻ്റെ മകനാണ് പറഞ്ഞത്, എല്ലാവർക്കും ഈ ഡൈനിങ് ഹാളിൽ വന്നിരിക്കാം, അതിനുള്ള കസേരകൾ ഡൈനിങ് ഹാളിലുണ്ട്. എല്ലാവരും വളരെ ടെൻഷനോടുകൂടി തന്നെയാണ് ആ കസേരകളിൽ വന്നിരുന്നത്. കുറച്ച് നേരങ്ങൾക്ക് ശേഷം മാത്രമാണ് ഡോക്ടർ ഡൊണാൾഡ് അവിടേക്ക് വരുന്നത്. ആദ്യം കേട്ടത് അയാളുടെ കാൽപെരുമാറ്റത്തിൻ്റെ ശബ്ദമാണ്. അയാൾക്കൊരു വാക്കിംഗ് സ്റ്റിക്ക് ഉണ്ടായിരുന്നു, നല്ല പ്രായമായ വ്യക്തിയാണ്. ആ വാക്കിംഗ് സ്റ്റിക്കിൻ്റെ സഹായത്താലാണ് അയാൾ നടക്കുന്നത്. ആ വാക്കിംഗ് സ്റ്റിക്കിൻ്റെ ശബ്ദവും അവർക്ക് കേൾക്കാൻ സാധിച്ചു. പതിയെ പതിയെ ആ ശബ്ദം അവരിലേക്ക് അടുത്ത് വരുന്നതായിട്ട് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അങ്ങനെ നിമിഷങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും ആ വ്യക്തി, പ്രായമായ ആ മനുഷ്യൻ അവരുടെ മുൻപിൽ കാണപ്പെട്ടു. അവർ കരുതിയിരുന്നത് കുറ്റബോധം കൊണ്ട് തല താഴ്ത്തി വരുന്ന ഒരു വ്യക്തിയായിരിക്കും ആ വരുന്നതെന്നാണ്. പക്ഷേ അങ്ങനെ ആയിരുന്നില്ല. അയാളുടെ മുഖത്ത് ഒരു കുറ്റബോധവും ഉണ്ടായിരുന്നില്ല. കയ്യിൽ ഒരു ചെറിയ പുസ്തകവും പേനയുമായിട്ടാണ് അയാൾ അവിടേക്ക് വരുന്നത്. എല്ലാവരുടെയും ഉടമയായിട്ടുള്ള, എല്ലാവരുടെയും മുകളിലുള്ള തലതൊട്ടപ്പനായിട്ടാണ് അയാൾ അവിടെ അവതരിച്ചിരിക്കുന്നത്. മുൻപിലുണ്ടായിരുന്ന കസേര വലിച്ചു നീട്ടി അയാൾ അതിൽ കയറിയിരുന്നു. എല്ലാവരെയും വളരെ ദൃഢമായിട്ട് തന്നെയാണ് അയാൾ നോക്കിയത്. ഏറ്റവും കൂടുതൽ തുറച്ചു നോക്കിയത് ജക്കോബയാണ്. ജക്കോബയാണ് ഈ പ്രശ്നങ്ങളൊക്കെ തന്നെയും സൃഷ്ടിച്ചിരിക്കുന്നത്. അത് അയാൾക്ക് വ്യക്തമായിട്ടറിയാം. അയാൾ TV പ്രോഗ്രാമുകളിലൊക്കെ ജക്കോബയെ നേരിട്ട് കണ്ടിട്ടുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ഓരോരുത്തരോടും അയാൾ പേരുകൾ ചോദിക്കുകയുണ്ടായി, അവരുടെ പ്രായം ചോദിക്കുകയുണ്ടായി, അവർ എന്ത് ജോലിയാണ് ചെയ്യുന്നതെന്നും ചോദിക്കുകയുണ്ടായി. ശേഷം ഈ വിവരങ്ങളെല്ലാം തന്നെയും അക്കമിട്ട് അയാൾ ഒരു ബുക്കിൽ എഴുതി വെക്കുന്നുമുണ്ടായിരുന്നു. താൻ സൃഷ്ടിച്ചിട്ടുള്ള തൻ്റെ മക്കൾ ആരാണ് ഏറ്റവും കേമൻ, ഏതൊക്കെ മേഖലകളിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളാണ് തൻ്റെ മക്കൾ, ഇക്കാര്യങ്ങളൊക്കെ വിലയിരുത്തുന്ന രീതിയിലായിരുന്നു അയാളുടെ ഓരോ രീതിയിലുള്ള ചെയ്തുകളും. ജക്കോബയാണ് ചോദിച്ചത്, എന്തിനാണ് നിങ്ങൾ ഈ ചതി ചെയ്തത്? ഇതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം എന്തായിരുന്നു? ആ ചോദ്യം കേട്ട് കുറച്ചു നേരം അയാൾ ജക്കോബയെ ഒന്ന് തുറച്ചു നോക്കുകയുണ്ടായി. അതിനുശേഷം പതിയെ ആ കസേരയിൽ കൈകൾ അമർത്തി അയാളൊന്ന് നിവർന്നു നിന്നു. നിവർന്നു നിന്നതിന് ശേഷം കൈകൾ അയാളുടെ പാൻറ്റിൻ്റെ പോക്കറ്റിന് നേരെ കൊണ്ടുപോയി അവിടെയുള്ള എന്തോ ഒരു വസ്തുവിൽ കൈകൊണ്ട് തട്ടുന്നുണ്ട്. വെളിയിൽ നിന്ന് നോക്കുമ്പോൾ അതിന് ഏതാണ്ട് ഒരു തോക്കിൻ്റെ രൂപമാണ് ഉള്ളത്. തോക്ക് അവിടെ ഉണ്ടെന്നുള്ള ബോധ്യം ബാക്കിയുള്ളവരിൽ വരുത്തുക എന്നതായിരുന്നു അയാളുടെ ലക്ഷ്യം. ജക്കോബ ഭയത്തോടു കൂടി തന്നെയാണ് ആ തോക്കൊന്ന് നോക്കിക്കണ്ടത്. ശേഷം ശാന്തനായി അയാൾ പറഞ്ഞു, എൻ്റെ ലക്ഷ്യം സഹായിക്കുക എന്നത് മാത്രമായിരുന്നു. ഒരുപാട് അമ്മമാർ കണ്ണീരോടുകൂടി എൻ്റെ മുൻപിൽ വരികയുണ്ടായി. അവർക്കെല്ലാം ആവശ്യം അവരുടേതായിട്ടുള്ള ഒരു കുഞ്ഞിനെ ആയിരുന്നു. ആ കുഞ്ഞിനെ കൊടുക്കുക മാത്രമാണ് ഞാൻ ചെയ്തത്. ആ കൂട്ടത്തിലുണ്ടായിരുന്ന മറ്റൊരാളാണ് ചോദിച്ചത്, എത്ര പേരുണ്ടായിരിക്കും ഞങ്ങൾക്ക് സഹോദരന്മാരായിട്ട്? അയാൾ കുറച്ചു നേരം ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു, 15-ന് മുകളിൽ എന്തായാലും വരികയില്ല. പിന്നെ ഞാൻ കാര്യങ്ങളൊന്നും ശരിക്കും ഓർക്കുന്നില്ല, ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് നടന്നതല്ലേ. എനിക്ക് നല്ല രീതിയിലുള്ള മറവിയുമുണ്ട്, റെക്കോർഡുകളൊന്നും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുമില്ല, അതുകൊണ്ട് അപ്രകാരമുള്ള കാര്യങ്ങളൊന്നും തന്നെ എനിക്ക് അറിയുകയില്ല. ഇത്രയും പറഞ്ഞിട്ട് അയാൾ മുറിക്കുള്ളിലേക്ക് തന്നെ മടങ്ങിപ്പോയി. പക്ഷേ കാര്യങ്ങൾ ആ 15 എന്ന സംഖ്യ കൊണ്ട് അവസാനിക്കുന്ന ആയിരുന്നില്ല. ദിവസങ്ങൾ കഴിയുന്നതനുസരിച്ച് ആ സംഖ്യ ഉയർന്നു തന്നെ വരാൻ തുടങ്ങി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ജക്കോബയ്ക്ക് ഒരു ഫോൺ കോൾ വരുന്നുണ്ട്. ഒരു അൺനോൺ നമ്പറിൽ നിന്നുള്ള കോളായിരുന്നു. അവൾ ആ നമ്പർ സേവ് ചെയ്തിട്ടില്ല. അവളത് അറ്റൻഡ് ചെയ്ത് മറുതലയ്ക്കുള്ള വ്യക്തി ആരാണെന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചു. കേട്ട് പരിചയമുള്ള ഒരു വൃദ്ധൻ്റെ ശബ്ദമായിരുന്നു. അവൾ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ശബ്ദം തന്നെ. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നേരിട്ട് കണ്ട അതേ വ്യക്തിയുടെ ശബ്ദം തന്നെ. അയാൾക്ക് പറയാനുണ്ടായിരുന്നത് ഒരു റിക്വസ്റ്റാണ്. പക്ഷേ അത് പറയുന്നത് കേട്ടാൽ ഒരു റിക്വസ്റ്റ് അല്ല, ഒരു ഭീഷണിയാണെന്ന് മാത്രമേ തോന്നുകയുള്ളൂ. TV ഇപ്പോൾ ഓരോ ദിവസവും ആ വാർത്തയ്ക്ക് പ്രാധാന്യം ലഭ്യമായിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ആളുകൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ തുടങ്ങി. എത്രയും പെട്ടെന്ന് തന്നെ ആ വാർത്ത അവസാനിപ്പിക്കേണ്ടതാണ്. ഞാൻ ആ ചാനലിനെ കോൺടാക്റ്റ് ചെയ്യുകയുണ്ടായി, പക്ഷേ അവരിത് അവസാനിപ്പിക്കുകയില്ല എന്നാണ് പറയുന്നത്. പക്ഷേ നീ വിചാരിച്ചു കഴിഞ്ഞാൽ ഇത് അവസാനിപ്പിക്കാൻ സാധിക്കും. നിങ്ങൾക്കൊരു രീതിയിലുള്ള പ്രശ്നവുമില്ല എന്ന് അവരെ ബോധ്യപ്പെടുത്തുക. നമ്മുടെ ഈ കാര്യങ്ങളൊന്നും പുറം ലോകം അറിയേണ്ട കാര്യങ്ങളല്ല. ഇത് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു സംഖ്യ ഉണ്ടല്ലോ, അത്രയും മാത്രമേ നിങ്ങളുടെ സഹോദരന്മാരുള്ളൂ. അവരുമായിട്ട് ഒത്തുചേർന്ന് സുഖമായിട്ട് ജീവിക്കാൻ നോക്കുക. അങ്ങനെ ചെയ്തില്ലെങ്കിൽ എൻ്റെ ശക്തി എന്താണെന്ന് നിനക്ക് മനസ്സിലാക്കേണ്ടി വരും, ഞാൻ ആരാണെന്ന് മനസ്സിലാക്കേണ്ടി വരും. ഇത്തരത്തിലുള്ള ചില സംഭാഷണങ്ങളിലാണ് അയാൾ ഏർപ്പെട്ടത്.
എന്നാൽ ഇതിനെതിരെ ശക്തമായിട്ടുള്ള മറുപടി കൊടുക്കാനും ജേക്കോബ മുതിരുകയുണ്ടായി. അവൾക്ക് ഭയമുണ്ടായിരുന്നു, എന്നാൽ ആ ഭയത്തിനേക്കാൾ ഉപരിയായിട്ട് അയാളോടുള്ള വെറുപ്പാണ് അവളിൽ നിഴലിച്ചു നിന്നത്. എന്തു തന്നെ വന്നാലും ഞങ്ങൾ ഈ പോരാട്ടം മുൻപോട്ട് തന്നെ കൊണ്ടുപോകും. കൂടുതൽ ആളുകളുണ്ടെങ്കിൽ അവരെല്ലാം കണ്ടെത്തും. ഞങ്ങളുടെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് പറയുന്നത് നിങ്ങളെ ജയിലറയിൽ എത്തിക്കുക എന്നതാണ്. ഒരൊറ്റ ദിവസം മാത്രമാണ് നിങ്ങളവിടെ കിടക്കുന്നതെങ്കിൽ പോലും അത് ഞങ്ങൾക്ക് ഒരു വലിയ ആശ്വാസം തന്നെയാണ്. അയാൾ പറഞ്ഞു, എനിക്ക് 50 വർഷത്തോളം നീണ്ട ഒരു ദാമ്പത്യ ബന്ധമാണ് ഉള്ളത്. അമേരിക്ക എന്ന രാജ്യത്ത് അത്രയധികം വർഷം നീണ്ടു നിൽക്കുന്ന ദാമ്പത്യ ബന്ധം വളരെ റെയറായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഈ ഒരു വാർത്ത ഇനി കൂടുതലായിട്ട് പ്രചരിക്കുകയാണെങ്കിൽ എനിക്ക് എൻ്റെ ഭാര്യയെ നഷ്ടമാകും, എൻ്റെ കുടുംബം നഷ്ടമാകും. ഇപ്പോൾ എൻ്റെ മക്കൾ തന്നെ എന്നോട് സംസാരിക്കുന്നില്ല. എത്രയും പെട്ടെന്ന് ഇത് അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. ഇത്തവണത്തെ അയാളുടെ റിക്വസ്റ്റ് ശരിക്കും ഒരു റിക്വസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു യാചനയായിട്ട് തന്നെയാണ് അവൾക്ക് തോന്നിയത്. പിതാവിനോട് ഒരു കരുണ കാണിച്ച് അയാളെ വെറുതെ വിടണമെന്നുള്ള ഒരു അർത്ഥം കൂടി ആ വാചകങ്ങൾക്കിടയിൽ അവൾക്ക് കൂട്ടി വായിക്കാൻ സാധ്യമായി. പക്ഷേ അതുകൊണ്ടൊന്നും അവൾ തളരുന്നുണ്ടായിരുന്നില്ല. അവൾക്ക് ഇനിയും മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഈ വ്യക്തിയെ എങ്ങനെയെങ്കിലും ശിക്ഷിച്ചേ മതിയാവുകയുള്ളൂ. പെട്ടെന്ന് തന്നെ ആ ഫോൺ കോൾ കട്ട് ചെയ്തിട്ട് അവൾ അറ്റോർണി ജനറലിനെ വിളിക്കുകയുണ്ടായി. തൻ്റെ പക്കൽ ഇപ്പോൾ ഒരു തെളിവുണ്ട് എന്ന ഒരു സന്തോഷത്തോടു കൂടി തന്നെയാണ് അവൾ വിളിക്കുന്നത്. കാരണം തൊട്ടു മുൻപ് അച്ഛനുമായിട്ട് നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ ആ ക്രൂരനുമായിട്ട് നടത്തിയിട്ടുള്ള സംഭാഷണങ്ങൾ തൻ്റെ ഫോണിൽ റെക്കോർഡ് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതൊരു വലിയ തെളിവായിട്ട് മാറുന്നതാണ്. പക്ഷേ അറ്റോർണി ജനറലിൻ്റെ ഭാഗത്തു നിന്നും ഒരു രീതിയിലുള്ള റെസ്പോൺസും അവൾക്ക് ലഭ്യമായില്ല. സ്റ്റാറ്റസ് എന്താണെന്ന് തിരക്കുമ്പോൾ അത് ഇപ്പോഴും പെൻഡിങ്ങിലാണെന്നുള്ള കാര്യം മാത്രമാണ് അറിയാൻ സാധിക്കുന്നത്. ഇതൊക്കെ ഡിറ്റക്ടേഴ്സിനെയാണ് ഇതിനുവേണ്ടി നിയോഗിക്കപ്പെട്ടിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോഴും അതിന് കാര്യമായിട്ടുള്ള മറുപടി ഒന്നും ഉണ്ടായില്ല. ആ കാര്യങ്ങൾ ഉടനെ തന്നെ നിങ്ങൾ അറിയും, നിങ്ങളിലേക്ക് ആ ഡിറ്റക്ടേഴ്സ് എത്തിച്ചേരുമെന്നൊക്കെയാണ് അറ്റോർണിയുടെ ഓഫീസിൽ നിന്നും അവൾക്ക് അറിയിപ്പ് ലഭ്യമായത്. എണ്ണം 30 കവിഞ്ഞിരിക്കുന്നു. ഹെദർ വൂക്കിന് ഒരു ആനിവേഴ്സറി സമ്മാനമായിട്ടാണ് തൻ്റെ ഭർത്താവ് ആ വെബ്സൈറ്റിലേക്ക് അവളുടെ DNA അയച്ചു കൊടുത്തത്. തൻ്റെ അകന്ന ബന്ധുക്കളുടെ ഡീറ്റെയിൽസ് അറിയാൻ സാധിക്കും, അതിലൂടെ അവരുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം. ഇനി പ്രശസ്തരായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊരു ആഡംബരമായിട്ട് കൊണ്ടു നടക്കാൻ സാധിക്കും എന്നൊക്കെ രീതിയിലാണ് ഈ ഘട്ടത്തിൽ അമേരിക്കയിലുള്ള ആളുകൾ ഇത്തരത്തിലുള്ള വെബ്സൈറ്റിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു ആനിവേഴ്സറി ഗിഫ്റ്റായിട്ട് കൊടുക്കാമെന്ന് അയാൾ ചിന്തിച്ചത്. പക്ഷേ തൻ്റെ ഭാര്യയെ തളർത്തുന്ന ഒരു വാർത്തയാണ് ഇതിലൂടെ ലഭ്യമാകുന്നതെന്ന് അയാൾക്ക് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ സാധിക്കുമായിരുന്നില്ല. ഹെദർ വൂക്ക് മറ്റൊരു വ്യക്തിയായി മാറുകയായിരുന്നു. താൻ അച്ഛനാണെന്ന് കരുതിയിരുന്ന വ്യക്തി ഇനി തൻ്റെ അച്ഛനല്ല. അച്ഛനായിട്ട് തന്നെ അവൾ സ്നേഹിക്കും, അയാളും അവളെ അങ്ങനെ തന്നെ കാണും. പക്ഷേ അങ്ങനെ കാണുമ്പോൾ പോലും ഉള്ളിൻ്റെ ഉള്ളിൽ അയാളല്ല അച്ഛൻ, അച്ഛൻ മറ്റൊരു നികൃഷ്ട ജീവിയാണെന്ന് അവൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ ചിന്ത അവരെ വേട്ടയാടുന്നതാണ് ജീവിതകാലം മുഴുവനും. ആ വെബ്സൈറ്റിലൂടെ ഈ ലിസ്റ്റ് അങ്ങ് നീണ്ടു പോവുകയാണ്. ആ ലിസ്റ്റിലേക്ക് ഓരോ തവണ പുതിയ പേരുകൾ ആഡ് ചെയ്യപ്പെടുമ്പോഴും ജക്കോബ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതൊരു കമ്മ്യൂണിറ്റിയാക്കി മാറ്റാനും ശ്രമിക്കുന്നുണ്ട്. ഈ നിയമയുദ്ധത്തിൽ അവരൊരു പിൻബലമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഈ വലുതായി വന്നുകൊണ്ടിരിക്കുന്ന ലിസ്റ്റിനിടയിൽ സുഹൃത്തുക്കൾ കൂടി ഉണ്ട് എന്നുള്ളത് വളരെയധികം ഞെട്ടിക്കുന്ന കാര്യം തന്നെയാണ്. എല്ലാവരും ഓരോ ദിവസവും പ്രാർത്ഥിച്ചുകൊണ്ടാണ് എഴുന്നേൽക്കുന്നത്. പുതുതായിട്ട് ആരെങ്കിലും ആ ലിസ്റ്റിൽ വരികയാണെങ്കിൽ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത പരിചയമില്ലാത്ത ഒരാളായിരിക്കണം. ഇനിയും മുൻപെങ്ങാനും ഡേറ്റ് ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണെങ്കിലോ, അതുമല്ലെങ്കിൽ തൻ്റെ ഇപ്പോഴത്തെ ഭർത്താവാണെങ്കിലോ, തൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനാണെങ്കിലോ അവർക്കത് സഹിക്കാൻ പോലും സാധിക്കുമായിരുന്നില്ല. ജൂലിയുടെ വളരെ അടുത്ത ഒരു സുഹൃത്താണ് ലിസ. അവർക്ക് 2 പേർക്കും കുട്ടികളുണ്ട്. അവരുടെ കുട്ടികളെല്ലാം ഒരേ പ്രായത്തിലുള്ളവരാണ്. ആ 2 കുട്ടികളും ഒന്നിച്ചാണ് പഠിക്കുന്നത്. അങ്ങനെ വലിയ രീതിയിലുള്ളൊരു സൗഹൃദ ബന്ധമുണ്ട്. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ജൂലി അറിഞ്ഞത് ലിസയും ആ ലിസ്റ്റിൽ വന്ന് പെട്ടു എന്നാണ്. കാരണം ലിസ ഇനി മുതൽ തൻ്റെ വെറും ഒരു സുഹൃത്ത് മാത്രമല്ല, തൻ്റെ അർദ്ധ സഹോദരി കൂടിയാണ്. ഈ ലിസ്റ്റിൻ്റെ എണ്ണം കൂടുമ്പോഴും ഒരു കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഈ ലിസ്റ്റിൽപ്പെട്ട ആളുകളൊക്കെ തന്നെയും ഏതാണ്ട് ഒരു 40 കിലോമീറ്റർ ചുറ്റളവിന് ഉള്ളിലുള്ള ആളുകളാണ്. അതായത് നമ്മുടെ കേരളത്തിലെ ഒരു ചെറിയ ജില്ലയുടെ മാത്രം വലിപ്പമുള്ള പ്രദേശത്തെ ആളുകൾ മാത്രമാണ് ഈ ലിസ്റ്റിൽ പെട്ടിരിക്കുന്നത്. അത് കേരളം പോലെ വലിയ രീതിയിൽ ജനസാന്ദ്രമായിട്ടുള്ള ഒരു പ്രദേശമൊന്നുമല്ല. ജനസംഖ്യ താരതമ്യേന വളരെയധികം കുറവാണ്. അങ്ങനെയുള്ള പ്രദേശത്താണ് ഇത്രയധികം ആളുകൾ ആ ലിസ്റ്റിൽ വന്നുപെടുന്നത്.
അത് എല്ലാവരെയും ഞെട്ടിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഓരോ തവണ വെളിയിലേക്ക് ഇറങ്ങുമ്പോഴും പുതിയതായിട്ട് ഓരോ ആളുകളുടെ മുഖം കാണുമ്പോഴും അവരുടേതിന് സാമ്യമായിട്ടുള്ള മുടിയാണ് അവർക്കുള്ളതെങ്കിൽ, നീല കണ്ണുകളാണ് അവർക്കുള്ളതെങ്കിൽ അവരുടെ ഉള്ളിലെ ഭീതി വർദ്ധിച്ചു വരുന്നതാണ്. അങ്ങനെ ഇരിക്കെ ഏഞ്ചലയ്ക്ക് ഡോക്ടറിൽ നിന്നും ഒരു പോസിറ്റീവായിട്ടുള്ള സമീപനം ഉണ്ടായി. കുറേ നാളത്തെ കോണ്ടാക്റ്റിന് ശേഷം നേരിട്ട് കാണാം, സംസാരിക്കാമെന്ന് അയാൾ പറഞ്ഞു. പക്ഷേ അതൊരിക്കലും സ്റ്റുഡിയോയിൽ വെച്ച് വേണ്ട, മറ്റെവിടെയെങ്കിലും വെച്ച് കാണാം. ഏഞ്ചലയ്ക്ക് നല്ല രീതിയിലുള്ള ഒരു ഭയമുണ്ട്. കാരണം ഈ വ്യക്തി ഒരു ചില്ലറക്കാരനായ വ്യക്തിയല്ല. അയാൾ പല രീതിയിൽ പലരെയും ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ജക്കോബ ആഞ്ചലയോട് ഇത് സ്ഥിരമായിട്ട് പറയുന്നുമുണ്ട്, ഇത്തരത്തിലുള്ള വധഭീഷണികൾ അവൾക്ക് ലഭ്യമാകുന്നുണ്ടെന്നുള്ള കാര്യം. ഫോക്സ് 79 എന്ന മാധ്യമത്തിൻ്റെ സെക്യൂരിറ്റി ഗാർഡുകൾ പ്രത്യേകമായിട്ട് ഏഞ്ചലയെ നിരീക്ഷിക്കാൻ തുടങ്ങി. ഏഞ്ചല പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ഇവരും ഒപ്പം ഉണ്ടാകും. ഏഞ്ചലയുടെ വീടിന് ചുറ്റുമായിട്ട് ഇവർ കാവൽ തീർക്കുന്നതാണ്. കാരണം ഏഞ്ചലയാണ് നിയമയുദ്ധങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജക്കോബ കഴിഞ്ഞാൽ പിന്നെ അയാൾ ലക്ഷ്യം വെക്കുക ഏഞ്ചലയെ തന്നെയായിരിക്കും. അങ്ങനെ ഇരിക്കെയാണ് ഇത്തരത്തിലുള്ള ഒരു മീറ്റിംഗ് സംഭവിക്കുന്നത്. സ്റ്റുഡിയോയിൽ വെച്ച് വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ഏഞ്ചലയാണ് പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ എൻ്റെ സ്റ്റുഡിയോയുടെ അടുത്ത് ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, നമുക്ക് അവിടെ വെച്ച് കാണാം. അങ്ങനെ ആ മീറ്റിംഗ് റെസ്റ്റോറൻറ്റിൽ വെച്ച് നടക്കുന്നുണ്ട്. ഇയാൾക്ക് എപ്പോഴും കയ്യിലൊരു തോക്ക് കൊണ്ട് നടക്കുന്ന ശീലമുണ്ടെന്ന് ജക്കോബ ഏഞ്ചലയോട് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അയാൾ അങ്ങ് ദൂരെ നിന്ന് വരുമ്പോൾ തന്നെ അവളുടെ ശ്രദ്ധ അപ്രകാരം ഒരു തോക്കുണ്ടോ എന്നതാണ്. അങ്ങനെ നോക്കിയപ്പോഴാണ് തോക്കിനോട് സാമ്യമുള്ള ഒരു വസ്തു അയാളുടെ പാൻറ്റിൻ്റെ പോക്കറ്റിൻ്റെ ഉള്ളിൽ ഉള്ളതായിട്ട് മനസ്സിലാക്കുന്നത്. ആ ഭാഗം ഒന്ന് വീർത്തിരിപ്പുമുണ്ട്. അവൾക്ക് വലിയ രീതിയിലുള്ള ഭയം തന്നെയാണ് ഉണ്ടായിരുന്നത്. അല്പം അകലെ നിൽക്കുന്ന സെക്യൂരിറ്റി ഗാർഡുകളെ അവൾ നോക്കുകയുണ്ടായി. സെക്യൂരിറ്റി ഗാർഡുകൾ എന്തിനും തയ്യാറായിട്ട് തന്നെയാണ് അവിടെ നിൽക്കുന്നത്. പക്ഷേ തൻ്റെ മുൻപിലേക്ക് വരുന്നത് ഒരു ക്രൂരനായ വ്യക്തിയാണെങ്കിൽ പോലും വാർദ്ധക്യത്തിൽ എത്തിച്ചേർന്നിരിക്കുന്ന ഒരു വ്യക്തിയുമാണ്. എന്നാലും ഭയക്കേണ്ടതായിട്ടുണ്ട്. കാരണം സെക്യൂരിറ്റി ഗാർഡുകൾക്ക് ഇവിടേക്ക് ഓടിയെത്താൻ സാധിക്കുന്നതിന് മുൻപ് തന്നെ, നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അയാൾക്ക് ആ തോക്ക് ഉയർത്തി വെടിവെക്കാൻ സാധിക്കുന്നതാണ്. അയാൾ അവിടെ വന്നിരുന്നു. ആ ഇരിപ്പിന് തൊട്ട് മുൻപ് തോക്ക് വെച്ചിരിക്കുന്ന പാൻറ്റിൻ്റെ പോക്കറ്റിൽ ചെറുതായിട്ടൊന്ന് തട്ടുകയും ചെയ്തു. തോക്കുണ്ട് എന്ന് അവളെ ബോധ്യപ്പെടുത്തുക എന്നുള്ള ഒരു ലക്ഷ്യം അയാൾ ഉണ്ടായിരുന്നു എന്ന് അവൾക്ക് ബോധ്യമായി. പിന്നീടുള്ള സംഭാഷണങ്ങളിലൊക്കെ ചെറിയ രീതിയിലുള്ള ഒരു വധഭീഷണിയും ഉണ്ടായിരുന്നു. അത് നേരിട്ടുള്ള ഒരു വധഭീഷണി അല്ല, പക്ഷേ തന്നെക്കൊണ്ട് എന്തും സാധ്യമാകും, ആരെയും ഇല്ലായ്മ ചെയ്യാൻ അല്ലെങ്കിൽ നശിപ്പിക്കാൻ കെൽപ്പുള്ള ഒരു വ്യക്തിയാണ് താൻ എന്ന് ബോധ്യപ്പെടുത്താൻ അയാൾ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ആ സംഭാഷണത്തിൽ അയാൾ ഒട്ടും തന്നെ കോപ്പറേറ്റീവ് ആയിരുന്നില്ല. DNA ടെസ്റ്റിന് അയാൾ മുതിരുന്നില്ല എന്ന് തന്നെ പറഞ്ഞു. എന്തിനാണ് ഈ ക്രൂരകൃത്യങ്ങൾ ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ അയാൾക്ക് പറയാനുണ്ടായിരുന്നതൊക്കെ തന്നെയും ബൈബിളിലെ ഒരു വചനമാണ്. അയാളെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചു എന്ന് പറയുന്ന ആ വാചകം ജെറമിയ 1:5 പറയുന്ന ബിഫോർ ഐ ഫോംഡ് യു ഇൻ യുവർ മദേഴ്സ് വോംബ് ഐ ന്യൂ യു. നിൻ്റെ അമ്മയുടെ ഉദരത്തിൽ നിന്നെ ഞാൻ സൃഷ്ടിക്കുന്നതിന് മുൻപ് തന്നെ എനിക്ക് നിന്നെ അറിയാമായിരുന്നു. ഇത് എല്ലായ്പ്പോഴും അയാൾ പറയുന്ന കാര്യം തന്നെയാണ്. ഏഞ്ചല ഈ ഒരു മീറ്റിങ്ങിന് ശേഷം ജക്കോബയോട് ഇതേ കാര്യം തന്നെ പറഞ്ഞു. അപ്പോൾ ജക്കോബയും പറഞ്ഞു, ഇതേ കാര്യം തന്നെ അയാൾ എന്നോടും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പ്രവൃത്തികൾക്ക് പിന്നിൽ അയാളുടെ വിശ്വാസമുണ്ടായിരിക്കാം, അയാളുടെ മതവിശ്വാസം ഒളിഞ്ഞു കിടപ്പുണ്ടായിരിക്കാം. അയാൾ വലിയൊരു വിശ്വാസി തന്നെയാണ്. അയാൾ എല്ലാ ദിവസങ്ങളിലും പള്ളികളിൽ പോകാറുണ്ട്. അവിടെ വലിയൊരു കമ്മ്യൂണിറ്റി തന്നെ ഉണ്ട്. ആ കമ്മ്യൂണിറ്റിക്കൊക്കെ പ്രിയപ്പെട്ട വ്യക്തി തന്നെയാണ് ഇയാൾ. ഇയാളുടെ ജീവിതത്തിൽ ദാരുണമായിട്ടുള്ള ഒരു അപകടം സംഭവിച്ചിട്ടുണ്ട്. അന്ന് നന്നേ ചെറുപ്പമായിരുന്നു ഇയാൾ. ആ ചെറുപ്പത്തിൽ വളരെ വേഗതയിൽ അയാൾ വാഹനം ഓടിച്ചുകൊണ്ട് പോവുകയായിരുന്നു. ആ വാഹനത്തിൻ്റെ അടിയിൽപ്പെട്ട് ഒരു കൊച്ചു പെൺകുട്ടിക്ക് മരണമടയേണ്ടി വന്നു. വാഹനം ഉടൻ തന്നെ സൈഡാക്കി ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്താനായിട്ട് ശ്രമിച്ചുവെങ്കിലും കുഞ്ഞ് രക്ഷപ്പെട്ടില്ല. അപ്പോൾ തന്നെ മരണമടയുകയാണ് ഉണ്ടായത്. അവിടെ വെച്ച് ആ കുഞ്ഞിൻ്റെ അമ്മ നിലവിളിച്ച് കരയുന്നതായിട്ട് അയാൾ കാണുകയുണ്ടായി. അത് അയാളെ വലിയ രീതിയിൽ സ്വാധീനിക്കുകയുണ്ടായി. അതിനെ തുടർന്നാണ് അയാൾ ഇപ്രകാരമുള്ള ഒരു ഇൻഫെർട്ടിലിറ്റി ഡോക്ടറായിട്ട് മാറിയത്. അയാൾ നഷ്ടപ്പെടുത്തിയ ഒരു ജീവന് പകരമായിട്ട് ഒരുപാട് ജീവനുകൾ പുതിയതായിട്ട് സൃഷ്ടിക്കണമെന്ന് അയാൾ ആഗ്രഹിച്ചു. ഈ പറയുന്നത് ഡോക്ടറിനോട് വളരെയധികം താല്പര്യമുള്ള അയാളുടെ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകളാണ്. അവരുടെ ഒരു വേർഷനാണ് ഇപ്രകാരം പോകുന്നത്. ഇങ്ങനെ നിരവധി കോൺസ്പിറസി തിയറികളുണ്ട്. പക്ഷേ നമ്മൾ ചരിത്രമൊന്ന് അന്വേഷിച്ച് പോവുകയാണെങ്കിൽ ഇങ്ങനൊരു അപകടം സംഭവിച്ചതായിട്ടും അപ്പോൾ ഒരു മരണം സംഭവിച്ചുവെന്നും പിന്നീടുണ്ടായിട്ടുള്ള അയാളുടെ ജീവിതങ്ങൾ അത് കൂടുതൽ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കടന്നു പോയതെന്നും മനസ്സിലാക്കാം.
പക്ഷേ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു കർമ്മം ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നും നമുക്ക് ചിന്തിക്കാം. കാരണം കൂടുതൽ ജീവനുകൾ സൃഷ്ടിക്കാനായിട്ട് അയാൾക്ക് അയാളുടെ തന്നെ സ്പേം ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. എത്തിക്കലി ഡോണേഴ്സിൻ്റെ തന്നെ സ്പേം ഉപയോഗിക്കാം. ചില ഭർത്താക്കന്മാരുടെ സ്പേം നേരിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നതുമായിരുന്നു. പക്ഷേ അതൊക്കെ അയാൾ കളയുകയായിരുന്നു. പകരം അയാളുടെ സ്വന്തം സ്പേമാണ് അയാൾ ഉപയോഗിച്ചത്. മറ്റൊരു കോൺസ്പിറസി തിയറി ക്വൈവർഫുൾ മൂവ്മെൻ്റ് ആണ്. ഇത് തന്നെയാണോ യാഥാർത്ഥ്യമെന്ന് അറിയുകയില്ല. പക്ഷേ ഇങ്ങനെയുള്ള തിയറികൾ പലരും വിശ്വസിക്കുന്നുണ്ട്. ഈ ഒരു തിയറി അനുസരിച്ച് ഇയാൾ ക്വൈവർഫുൾ മൂവ്മെൻറ്റിൻ്റെ ഒരു ഭാഗമാണ്. അത് അമേരിക്കയിൽ വലിയ രീതിയിൽ പ്രചാരം കിട്ടിയിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആണ്. അതായത് ചില കുടുംബങ്ങൾ അവർ ധാരാളമായിട്ട് പെറ്റുപെരുകുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം പ്രത്യുൽപാദനം കണ്ടിന്യൂ ചെയ്തു പോകേണ്ടതാണ്. അതൊരു കാരണവശാലും നിർത്താൻ പാടില്ല. അത് അവർ ആരാധിക്കുന്ന അവരുടെ ദൈവത്തിന് തന്നെ താല്പര്യമുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ അവർ ഒരു രീതിയിലുള്ള ബർത്ത് കൺട്രോൾസും ഉപയോഗിക്കുന്നില്ല. ഇത്തരത്തിലുള്ള വിശ്വാസവുമായിട്ട് മുന്നോട്ട് പോകുന്നവരുടെ കുടുംബത്തിൽ ധാരാളമായിട്ട് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നുമുണ്ട്. അവർക്കത് പൊളിറ്റിക്കലി സ്വാധീനം നൽകുന്ന ഒരു ഫാക്ടറായിട്ട് മാറുന്നതാണ്. അതിനുപരിയായിട്ട് ദൈവത്തിന് മുൻപിൽ ഇത്രയധികം കുഞ്ഞുങ്ങളെ കൊടുക്കുകയാണെങ്കിൽ ആ കുഞ്ഞുങ്ങളൊക്കെ തന്നെയും ഇയാളുടെ ആരോഗ്യത്തിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതാണ്. അതിനെല്ലാം ഉപരിയായിട്ട് ദൈവം ഈ വ്യക്തിയെ ഒരു വിശിഷ്ട വ്യക്തിയായിട്ട് തന്നെ എടുക്കുകയും അയാൾക്ക് സ്വർഗത്തിൽ ഒരു സ്ഥാനം കൊടുക്കുകയും ചെയ്യുന്നതാണ്. ഇതനുസരിച്ചാണ് ഇയാൾ ഇപ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്തതെന്ന് ചിലർ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ അത് അതേപടി നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. കാരണം അങ്ങനെയാണെങ്കിൽ ഇയാൾക്ക് ഒരുപാട് കുഞ്ഞുങ്ങൾ അയാളുടെ ഭാര്യയിൽ നിന്ന് ഉണ്ടാകേണ്ടതാണ്. അല്ലെങ്കിൽ ഒരുപാട് ഭാര്യമാരിൽ നിന്നും നേരിട്ട് തന്നെ ഇയാൾക്ക് കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നതാണ്. സാമ്പത്തികമായിട്ട് ഉയർന്ന തലത്തിലുള്ള ഒരു വ്യക്തി തന്നെയാണ്. പക്ഷേ ഇത്തരത്തിൽ രഹസ്യമായിട്ട് കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ ആ കുഞ്ഞുങ്ങൾ ആരും തന്നെ അറിയുകയില്ല ഇന്ന വ്യക്തിയാണ് തങ്ങളുടെ യഥാർത്ഥ അച്ഛനെന്ന്. അപ്പോൾ എങ്ങനെയാണ് ഈ കുഞ്ഞുങ്ങൾ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക? പിന്നെ ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ ഇങ്ങനെയുള്ള ആളുകളെ കൊണ്ട് അയാൾക്ക് സാധിക്കുന്നതുമല്ല. ഈ തിയറി ഒരു കോൺസ്പിറസി തിയറി ആയിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അയാളുടെ ചില മക്കൾ അത് വിശ്വസിക്കുന്നുമുണ്ട്. മറ്റ് ചില ആളുകൾ വിശ്വസിക്കുന്നത് ഒരു റേസ് തിയറിയാണ്. അതായത് ഈ ലിസ്റ്റിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൽ ഒരു ബ്ലാക്കോ ഒരു ബ്രൗണോ ഇല്ല. എല്ലാം പ്യുവറായിട്ടുള്ള വൈറ്റ്സ് തന്നെയാണ്. എല്ലാം വെള്ളവർഗ്ഗക്കാരാണ്. മിക്കവർക്കും ബ്ലോണ്ട് ഹെയർ തന്നെയാണുള്ളത്. അവർക്കൊക്കെ നീല കണ്ണുകളുമുണ്ട്. തിയറിയിൽ വിശ്വസിക്കുന്ന ആളുകൾ പറയുന്നത് ആര്യന്മാരുടെ ഒരു കുലം സൃഷ്ടിക്കുക അല്ലെങ്കിൽ അവരുടെ ജനസംഖ്യ വർദ്ധിപ്പിച്ച് കൊണ്ടുവരിക എന്നതാണ് ഇയാളുടെ ലക്ഷ്യമെന്നതാണ്. അതും ഉറപ്പുള്ള കാര്യമല്ല. പക്ഷേ നീഗ്രോസ് ഒന്നും ഈ ഒരു ലിസ്റ്റിലില്ല എന്നുള്ളത് ഞെട്ടിക്കുന്ന കാര്യം തന്നെയാണ്. ഏഞ്ചലയുടെയും ജക്കോബയുടെയും നിരന്തരമായിട്ടുള്ള കോണ്ടാക്റ്റുകൾക്ക് ശേഷം അറ്റോർണി ജനറലിൻ്റെ ഓഫീസിൽ നിന്നും അവർക്ക് ഞെട്ടിക്കുന്ന ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിച്ചു. കാരണം ഇന്ത്യാനയിലെ ഒരു നിയമവും അനുസരിച്ച് ഈ വ്യക്തിയെ ശിക്ഷിക്കാൻ സാധിക്കുന്നതല്ല. ഇതൊരു റേപ്പ് ആകുന്നില്ല. അല്ലാതെ ഒരു രീതിയിലുള്ള ചതിയാകാനുള്ള ഒരു വകുപ്പുമില്ല. അതുകൊണ്ട് തന്നെ ഒരു രീതിയിലും ഇത് അന്വേഷിക്കാൻ സാധിക്കുന്നില്ല എന്നാണ് അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. പക്ഷേ ഇവരോട് ഒരു പോസിറ്റീവ് സമീപനം കാണിച്ചിരുന്ന ചില ഡിറ്റക്ടേഴ്സൊക്കെ ഉണ്ട്. അവർക്ക് എങ്ങനെയെങ്കിലും ഇവരെ സഹായിക്കണമെന്നുണ്ട്. പക്ഷേ കേസ് എടുക്കാനുള്ള വകുപ്പില്ല. അപ്പോഴാണ് രണ്ട് കാര്യങ്ങൾ അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അറ്റോർണി ജനറൽ ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ ഡോക്ടറിന് ഒരു കത്ത് അയക്കുകയുണ്ടായി. ഡോക്ടർ ഡൊണാൾഡ് അതിനൊരു മറുപടിയായിട്ടൊരു കത്ത് അയച്ചു കൊടുക്കുകയും ചെയ്തു. ആ കത്തിൽ അയാൾ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു, ഇവർ എൻ്റെ കുഞ്ഞുങ്ങളല്ല. ഇത്തരത്തിൽ ഒരു രീതിയിലും ഞാൻ എൻ്റെ സ്പേം ഉപയോഗിച്ചിട്ടില്ല. ഇത് നിയമപരമായിട്ട് വാലിഡിറ്റി ഉള്ള ഒരു ലെറ്റർ തന്നെയാണ്. ആ ലെറ്ററിൽ തെറ്റായിട്ടുള്ളൊരു കാര്യം അയാൾ കൊടുത്തിരിക്കുകയാണ്. ഇതെൻ്റെ കുഞ്ഞുങ്ങൾ തന്നെയാണെന്ന് പറയുകയാണെങ്കിൽ ഇയാളെ ശിക്ഷിക്കാനുള്ള വകുപ്പൊന്നുമില്ല. പക്ഷേ അത് നിഷേധിച്ച് തെറ്റായിട്ടുള്ളൊരു വാർത്ത കൊടുത്തിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ DNA റിസൾട്ട് വരുമ്പോൾ ഇയാൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തെറ്റാണെങ്കിൽ അറ്റോർണി ജനറലിനെ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു എന്ന പേരിൽ ഇയാൾക്കെതിരെ കേസെടുക്കാൻ സാധിക്കുന്നതാണ്. മറ്റൊരു കാര്യം ജക്കോബയുടെ ഫോൺ കോൾ റെക്കോർഡിംഗ് ആണ്. ആ ഫോൺ കോളിലൂടെ ഒരു വധഭീഷണി അയാൾ മുഴക്കിയിട്ടുണ്ട്. അത് വ്യക്തമായിട്ട് റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുമുണ്ട്. വധഭീഷണി നടത്തിയെന്ന് മാത്രമല്ല, ശരിക്കും അത്തരത്തിലുള്ളൊരു ശ്രമം നടത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിന് വ്യക്തമായിട്ടുള്ള തെളിവുകൾ ലഭ്യമായിട്ടില്ല. ഒരു ദിവസം ജക്കോബ വെളിയിലേക്ക് പോകാനായിട്ട് തൻ്റെ കാറിനടുത്തേക്ക് നടക്കുകയായിരുന്നു. നടന്ന കൂട്ടത്തിൽ അവൾ വെറുതെ ആ ടയറിൻ്റെ ഭാഗത്തേക്കൊന്ന് നോക്കിയപ്പോൾ ടയറിൻ്റെ മുൻഭാഗത്തായിട്ട് ഒരു രീതിയിലുള്ള ബോൾട്ടുകളും അവൾക്ക് കാണാൻ സാധിച്ചില്ല. ആ ബോൾട്ടുകൾ ഒക്കെ തന്നെയും അഴിച്ചു മാറ്റിയിരിക്കുന്നു. അവൾ ഭയത്തോടു കൂടി തന്നെ എല്ലാ ടയറുകളും ഇപ്രകാരം പരിശോധിച്ചു. ഒരു ടയറിൻ്റെയും ബോൾട്ടുകളില്ല. ആ ബോൾട്ടുകളൊക്കെ ഇളക്കി മാറ്റി വെച്ചിരിക്കുകയാണ്.
ആ വാഹനം ഓടിച്ച് പോവുകയാണെങ്കിൽ മരണം ഉറപ്പാണ്. എന്തോ ഒരു ഭാഗ്യത്തിനാണ് അവൾക്ക് ആ ടയറിലേക്ക് ശ്രദ്ധിക്കാൻ തോന്നിയത്. ജൂലിക്കും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ജൂലിയുടെ ഗൂഗിൾ ഡ്രൈവ് തന്നെ ഹാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഗൂഗിൾ ഡ്രൈവിൽ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ഡോക്യുമെൻറ്റുകൾ അവൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഡോക്യുമെൻറ്റുകളൊക്കെ ആരോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. എന്തായാലും അയാളെ പ്രതിയാക്കാനുള്ള 2 കാര്യങ്ങൾ ലഭ്യമായതോടുകൂടി അയാളുടെ വീട്ടിലേക്ക് ഡിറ്റക്ടേഴ്സിൻ്റെ ഒരു സംഘം തന്നെ എത്തിച്ചേരുന്നുണ്ടായിരുന്നു. എൻ്റെ വീടിൻ്റെ മുൻപിൽ എത്തിച്ചേർന്ന ഡിറ്റക്ടേഴ്സിനോട് എൻ്റെ അരികിലേക്ക് വരണ്ട, എനിക്ക് നല്ല പനിയാണ്, നിങ്ങൾക്കും പനി പകരുമെന്ന് അയാൾ പറയുന്നുണ്ട്. ഡിറ്റക്ടീവ്സ് പറഞ്ഞു, അത് കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് നിങ്ങളെ അറസ്റ്റ് ചെയ്യാനൊന്നുമല്ല, നിങ്ങളുടെ DNA ഒന്ന് എടുക്കാൻ വേണ്ടി മാത്രമാണ്. DNA പരിശോധനയ്ക്ക് വിടേണ്ടതായിട്ടുണ്ട്. മനസ്സില്ലാ മനസ്സോടുകൂടി തന്നെയാണ് അയാൾ ഇവരുടെ അടുത്തേക്ക് എത്തിച്ചേരുന്നത്. അതിനുശേഷം ഇവർ DNA കളക്ട് ചെയ്യുന്നുണ്ട്. ഒട്ടും വൈകാതെ തന്നെ ആ DNA ഫലവും വന്നു. ജക്കോബയുമായിട്ടാണ് പരിശോധന നടത്തിയത്. പരിശോധനയുടെ ഫലം 99.997% കൺഫേംഡ് ആണെന്നാണ്. അതായത് ജക്കോബയുടെ അച്ഛൻ തന്നെയാണ് ഈ ഡോക്ടർ ഡൊണാൾഡ്. വലിയൊരു തെളിവ് ലഭ്യമായിരിക്കുകയാണ്. അയാൾ കോടതിയെ അല്ലെങ്കിൽ അറ്റോർണി ജനറലിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയുണ്ടായി. ചോദ്യം ചെയ്യലിൽ അയാൾ പറയുന്നത്, എനിക്കിതൊന്നും ഓർമ്മയില്ല, 10-30 വർഷങ്ങൾക്ക് മുൻപ് നടന്നിട്ടുള്ള കാര്യമാണ്, പിന്നെ ഇതിൻ്റെ ഡോക്യുമെൻ്റ് ഒന്നും ശേഖരിച്ചിട്ടില്ല, ഡോണേഴ്സിനെ കിട്ടാതെ വന്നപ്പോൾ മാത്രം ഞാൻ എൻ്റെ സ്പേം ഉപയോഗിച്ചിട്ടുണ്ട്, അത് എത്രയാണെന്നും എനിക്കറിയത്തില്ല, പക്ഷേ വിരലിൽ എണ്ണാവുന്നത് മാത്രമേ വരികയുള്ളൂ. ഇങ്ങനെയൊക്കെയാണ് അയാൾ സംസാരിച്ചത്. പിന്നീട് ഇത് കോടതിയിലുള്ള ഒരു വിചാരണയിലേക്ക് പോകുന്നുണ്ട്. അത് അതിദാരുണമായിട്ടുള്ള ഒരു സീൻ തന്നെ ആയിരുന്നു. അന്ന് അവിടെ ഒരുപാട് സഹോദരന്മാർ എത്തിച്ചേരുന്നുണ്ട് ജക്കോബയുടെ, അതായത് ഡോക്ടർ ഡൊണാൾഡിൻ്റെ മക്കൾ. അതിൽ മിക്ക ആളുകളും അയാളെ ആദ്യമായിട്ട് കാണുകയാണ് നേരിട്ട്. ഫോട്ടോകളും മറ്റും അവർ കണ്ടിട്ടുണ്ട്, പക്ഷേ നേരിട്ട് കാണുന്നത് ഇത് ആദ്യമാണ് കോടതിയിൽ വെച്ച്. നല്ല പ്രായമുള്ള ഒരു വ്യക്തിയാണ്. അയാൾ വളരെ ക്ഷീണിതനായിട്ടാണ് കാണപ്പെട്ടത്. അവിടെ ഉണ്ടായിരുന്നവരുടെ കൂട്ടത്തിൽ ആണുങ്ങളും ഉണ്ടായിരുന്നു. ചെറുപ്പക്കാരായിട്ടുള്ള ഒരു 40ഓളം വയസ്സ് പ്രായം വരുന്ന ആണുങ്ങൾ. ആ ആണുങ്ങൾക്ക് പോലും ഭയമായിരുന്നുവെന്ന് പിന്നീട് അവർ പറയുന്നുണ്ട്. ആ വ്യക്തിയുടെ മുഖത്തേക്ക് നോക്കാൻ പോലുമുള്ള ധൈര്യം അവർക്കുണ്ടായിരുന്നില്ല. കാരണം അവർക്ക് 2 രീതിയിലുള്ള ഇമോഷൻസാണ് ഉണ്ടായിരുന്നത്. തങ്ങളുടെ യഥാർത്ഥ ചോര, തങ്ങളുടെ യഥാർത്ഥ ജീൻ, തങ്ങളുടെ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന 50% DNA, ആ DNA ഉടമയാണ് തൻ്റെ മുൻപിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ വ്യക്തി ഇല്ലായിരുന്നെങ്കിൽ തങ്ങൾ തന്നെ ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കുന്നതല്ല. ആ വ്യക്തി അങ്ങനെ ഒരു ചതി ചെയ്തതുകൊണ്ട് മാത്രമാണ് തങ്ങൾ ജനിച്ചത്. അല്ലെങ്കിൽ തങ്ങളുടെ സ്ഥാനത്ത് തങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും മറ്റു ചില മക്കളായിരിക്കും ഉണ്ടായിരിക്കുക. പക്ഷേ അതിനുമുപരിയായിട്ട് തൻ്റെ അമ്മയെ ചതിച്ച, അല്ലെങ്കിൽ തങ്ങളെ ഇത്രയധികം ദുർഘടമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെ കടത്തിവിട്ട ഒരു വ്യക്തി കൂടിയാണ് അയാൾ. അങ്ങനെ 2 രീതിയിലുള്ള ഇമോഷൻസുമായിട്ടാണ് ആളുകൾ അയാളെ കാണുന്നത്. പലരുടെയും കണ്ണുകൾ നിറഞ്ഞ് കവിയുന്നുണ്ടായിരുന്നു. പക്ഷേ അയാളുടെ മുഖത്ത് ഒരു രീതിയിലുള്ള ഇമോഷൻസും ഉണ്ടായിരുന്നില്ല. ഇതൊന്നും തൻ്റെ തെറ്റല്ല, ഇത് ഇങ്ങനെ കോടതിയിൽ കൊണ്ടുവരേണ്ട ഒരാവശ്യവും ഇല്ലായിരുന്നു എന്ന ഭാവത്തിലാണ് അയാൾ അവിടെ വന്ന് ഇരിക്കുന്നത്. അതിനുശേഷം ദീർഘനേരത്തേക്കുള്ള വിചാരണ നടക്കുന്നുണ്ട്. അവിടെ ജക്കോബ വന്ന് സംസാരിക്കുന്നുണ്ട്. ജക്കോബ സംസാരിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഇയാൾ നടത്തിയിട്ടുള്ള ചതികളെക്കുറിച്ചാണ്. പക്ഷേ ജക്കോബയുടെ ആ സംഭാഷണമൊന്നും പൂർത്തീകരിക്കാൻ ജൂറി അല്ലെങ്കിൽ ജഡ്ജി അനുവദിക്കുന്നില്ല. അവരതിനൊക്കെ ഇടപെടുകയാണ്. അതിലൂടെ തന്നെ മനസ്സിലാക്കാം ജൂറിക്ക് ആ ഒരു വ്യക്തിയോട്, ആ ഡോക്ടറിനോട് വലിയ രീതിയിലുള്ള ഒരു താല്പര്യം അല്ലെങ്കിൽ ഒരു സഹതാപമുണ്ടെന്ന്. ഇവർ 2 പേരും ഒരു പള്ളിയിലുള്ള ആളുകളാണെന്നും പറയുന്നവരുണ്ട്. കാര്യങ്ങൾ എങ്ങനെയാണെങ്കിലും ജഡ്ജിക്ക് ആ വ്യക്തിയോട് ഒരു സഹതാപം ഉണ്ടായിരുന്നു എന്നത് വ്യക്തം തന്നെയാണ്. അതുകൊണ്ട് തന്നെ പഴയ കാര്യങ്ങൾ പറയുന്നതിനെയൊക്കെ അവർ വിലക്കുന്നുണ്ട്. പഴയ കാര്യങ്ങൾക്ക് വേണ്ടിയല്ല ഇവിടെ വിചാരണ നടക്കുന്നത്. ഇവിടെയുള്ള അയാൾ ചെയ്തിട്ടുള്ള തെറ്റെന്ന് പറയുന്നത് ഒന്ന് വധഭീഷണിയാണ്, മറ്റൊന്ന് അറ്റോർണി ജനറലിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു എന്നതാണ്. അങ്ങനെ കുറച്ചു നേരം നീണ്ടുനിന്ന വിചാരണയ്ക്ക് ശേഷം ഒരു വിധി തന്നെ പുറപ്പെടുവിക്കുകയുണ്ടായി. ആ വിധി അനുസരിച്ച് ഇയാൾ കുറ്റവാളി തന്നെയാണ്. പക്ഷേ അയാൾക്ക് ഒരു ദിവസം പോലും അല്ലെങ്കിൽ 1 മണിക്കൂർ പോലും ജയിലിൽ കിടക്കേണ്ട ആവശ്യമില്ല. വളരെ നിസ്സാരമായ ഒരു തുക കൊടുത്താൽ അയാൾക്ക് ഇപ്പോൾ തന്നെ വെളിയിലിറങ്ങിപ്പോകാം. $500 ഒരു ഫൈൻ മാത്രമാണ് കോടതി വിധിച്ചത്. ആ കോടതി സമുച്ചയത്തിലുണ്ടായിരുന്ന അയാളുടെ മക്കൾ, ജക്കോബയുടെ സഹോദരന്മാർ, അവർക്കെല്ലാം ഒരു കനത്ത പ്രഹരമാണ് ഈ കോടതി വിധിയിലൂടെ ലഭ്യമായത്. അയാൾ ഒന്നും തന്നെ സംഭവിക്കാത്ത രീതിയിൽ പൊടിയും തട്ടി അവിടെ നിന്നും ഇറങ്ങിപ്പോയി.
ലിസ്റ്റിലുണ്ടായിരുന്ന ആളുകളുടെ എണ്ണം അപ്പോഴേക്കും 50 കഴിഞ്ഞ് വെളിയിലേക്ക് പോയിരുന്നു. കോടതി വിധി വന്നതിന് ശേഷവും ആ ലിസ്റ്റിലേക്ക് ചേർക്കപ്പെട്ട ആളുകൾ നിരവധിയുണ്ട്. എല്ലാവർക്കും കോമൺ ആയിട്ട് ചില അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. അതായത് നമ്മുടെ ശരീരത്തിന് ഒരു രോഗപ്രതിരോധ ശേഷിയുണ്ട്. ഒരു ഫോറിൻ ബോഡി അല്ലെങ്കിൽ ഒരു ബാക്ടീരിയയോ വൈറസോ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ അതിനെ നശിപ്പിക്കാൻ അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്യാൻ നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റം തന്നെ ശ്രമിക്കുന്നതാണ്. ഇനിയിപ്പോൾ കോവിഡിൻ്റെ വൈറസാണ് ഉള്ളിലേക്ക് വരുന്നതെങ്കിൽ പോലും കുറച്ച് നാൾ കൊണ്ട് ഒരു മരുന്നും കഴിച്ചില്ലെങ്കിൽ പോലും നമ്മുടെ ശരീരം തന്നെ അതിനെ ഇല്ലാതെ ആക്കുന്നതാണ്. പക്ഷേ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് സംഭവിച്ചവർക്ക് ഇങ്ങനെ ഒരു ഫോറിൻ ബോഡി ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ മാത്രമല്ല, നമ്മുടെ ശരീരത്തിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ള സെല്ലുകളെ പോലും ഇത് നശിപ്പിച്ച് കളയുന്നതാണ്. ഇതേ കാരണം കൊണ്ട് തന്നെ മിസ്കാരേജ്, അതായത് ഗർഭം അലസിപ്പോകുന്ന സംഭവങ്ങൾ പോലും പലർക്കും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും അവരുടെ കുടുംബത്തിലുള്ള ആളുകൾക്ക് ഉണ്ടായിരുന്നില്ല. പരിശോധിച്ചു പോവുകയാണെങ്കിൽ ഡോക്ടർ ഡൊണാൾഡിനും അയാളുടെ ആ ഒരു ഫാമിലി ട്രീയിലുള്ള ആളുകൾക്കും ഇതേ രോഗം തന്നെ ഉണ്ടെന്ന് മനസ്സിലാക്കാം. എല്ലാവർക്കും ഒരു ഡോണറായിട്ട് മാറാൻ സാധിക്കുന്നതല്ല. ഡോണറാകാൻ താല്പര്യപ്പെട്ട് വരുന്നവരിൽ തന്നെ 30% പേർക്ക് മാത്രമാണ് അതിനുള്ള യോഗ്യത കിട്ടുന്നത്. കാരണം പരമ്പരാഗതമായിട്ട് പകർന്നു കിട്ടുന്ന രോഗങ്ങൾ ഇവർക്കുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് ഡൊണേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതല്ല. അങ്ങനെയുള്ള അസുഖങ്ങൾ ഇനി വരുന്ന തലമുറയ്ക്ക് ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അപ്രകാരമുള്ള ആളുകളെ ഒഴിച്ചു നിർത്തുന്നതാണ്. ഒരു ഡോക്ടറായ ഡോക്ടർ ഡൊണാൾഡിന് വ്യക്തമായിട്ട് തന്നെ അറിയാമായിരുന്നു തനിക്ക് ഇപ്രകാരമുള്ള അസുഖങ്ങൾ ഉണ്ടെന്ന്. നിയമപ്രകാരം ഒരിക്കലും അയാൾക്കൊരു ഡോണറായിട്ട് മാറാൻ സാധിക്കുന്നതല്ല. അങ്ങനെയുള്ള വ്യക്തി ഒരു ഡോണറായി മാറിയാൽ പോലും അയാളെ ശിക്ഷിക്കാനുള്ള നിയമമൊന്നും അന്ന് ഇന്ത്യാനയിൽ ഉണ്ടായിരുന്നില്ല. ഡോക്ടർ ഡൊണാൾഡിൻ്റെ ഈ പ്രവൃത്തികൾ ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ള വ്യക്തി ആരാണെന്ന് നമുക്ക് പറയാൻ അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ ഇതുവരെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഒരു വ്യക്തിയുടെ പേരാണ്, അലിസൺ ക്രാമർ. അലിസൺ ക്രാമറിൻ്റെ അച്ഛനും അമ്മയും ഡോക്ടേഴ്സ് ആയിരുന്നു എന്ന് മാത്രമല്ല, ഡോക്ടർ ഡൊണാൾഡിൻ്റെ അടുത്ത സുഹൃത്തുക്കൾ കൂടിയായിരുന്നു ഇവർക്ക് രണ്ടുപേർക്കും കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നില്ലായിരുന്നു. അതിനെ തുടർന്ന് ഇവർ ചികിത്സ തേടിപ്പോയത് ഇതേ ഡോക്ടർ ഡൊണാൾഡിൻ്റെ അടുത്തേക്ക് തന്നെയായിരുന്നു. അവിടെയും ഒരു ചതിപ്രയോഗം നടത്തുന്നുണ്ട് ഡോക്ടർ ഡൊണാൾഡ്. തൻ്റെ അടുത്തേക്ക് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷന് വേണ്ടി എത്തിയിരിക്കുന്ന തൻ്റെ സുഹൃത്തുക്കളെ അയാൾ ചതിച്ചു. അവിടെ ആ ഭർത്താവിൻ്റെ സ്പേം ഉപയോഗിക്കാതെ ഇയാളുടെ തന്നെ സ്പേമാണ് ആ സ്ത്രീയുടെ ഉള്ളിലേക്ക് അയാൾ കടത്തിവിട്ടത്. അങ്ങനെ അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകുന്നുണ്ട്. അവർക്കുണ്ടായത് ഇരട്ടക്കുട്ടികളായിരുന്നു. ആ ഇരട്ടക്കുട്ടികളെ ഇയാൾ ഇടയ്ക്ക് വന്ന് കാണുമായിരുന്നു. 8 മാസമുള്ളപ്പോൾ അവരുടെ അടുത്ത് ചെന്ന് അയാളൊരു ഫോട്ടോ പോലും എടുക്കുന്നുണ്ട്. ആ ഫോട്ടോ അവരുടെ ആൽബത്തിൽ ഇപ്പോഴുമുണ്ട്. അങ്ങനെ ആ കുഞ്ഞിനെ എടുക്കുമ്പോൾ അയാൾക്ക് വ്യക്തമായിട്ടറിയാം ഇത് എൻ്റെ രക്തമാണ്, അല്ലെങ്കിൽ എൻ്റെ DNA-യുടെ 50% ഈ കുഞ്ഞിൻ്റെ ഉള്ളിലുണ്ടെന്ന്, എൻ്റെ ബയോളജിക്കൽ ഡോട്ടറാണെന്ന് അയാൾക്ക് വ്യക്തമായിട്ട് അറിയാമായിരുന്നു. ഇതൊന്നും മനസ്സിലാക്കാതെ അയാളോടൊപ്പം തന്നെ സന്തോഷത്തോടു കൂടി അയാളുടെ സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. പിന്നീട് അലിസൺ വലുതായി, അവളും പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞപ്പോഴും ഇതേ ഗൈനക്കോളജിസ്റ്റിനെ തന്നെയാണ് അവൾ കണ്ടത്. അങ്ങനെ ആ ഡോക്ടറിനെ പോയി കാണുമ്പോഴും ആ ഡോക്ടറിന് വ്യക്തമായിട്ട് അറിയാമായിരുന്നു തൻ്റെ മുൻപിൽ നിൽക്കുന്നത് തൻ്റെ മകളാണെന്ന്. എന്നിട്ട് പോലും അലിസൻ്റെ ഗൈനക്കോളജിസ്റ്റായിട്ട് അയാൾ മാറുന്നുണ്ട്. അതിലൊരു വിമുഖതയും അയാൾക്കുണ്ടായിരുന്നില്ല. അയാളുടെ മുഖത്ത് ഒരു ഭാവഭേദവും ഇല്ലായിരുന്നു. ചികിത്സയുടെ ഭാഗമായിട്ട് അവളുടെ ബ്രസ്റ്റ് പരിശോധിക്കേണ്ട ഒരു ഉത്തരവാദിത്വം കൂടി അയാൾക്കുണ്ടായിരുന്നു. അവളുടെ ശരീരത്തിൻ്റെ രഹസ്യഭാഗങ്ങൾ പരിശോധനകൾ നടത്തേണ്ടത് ഒരു ഗൈനക്കിൻ്റെ ഉത്തരവാദിത്വം കൂടിയായിരുന്നു. ആ ഉത്തരവാദിത്തങ്ങളൊക്കെ ചെയ്യുമ്പോഴും അയാൾക്ക് വ്യക്തമായിട്ട് അറിയാമായിരുന്നു ഇത് തൻ്റെ മകളാണെന്ന്. പിന്നീട് അലിസൺ തന്നെ പറയുന്നത് അതെനിക്കൊരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണെന്നാണ്. ഒരു ഡോക്ടർ തന്നെ ഇപ്രകാരം പരിശോധിക്കുന്നത് അതൊരു വലിയ കാര്യമൊന്നുമല്ല, അത് ചികിത്സയുടെ ഭാഗമാണ്. പക്ഷേ ഒരിക്കലും തൻ്റെ ബയോളജിക്കൽ ഫാദറിനെ കൊണ്ട് അങ്ങനെ പരിശോധിപ്പിക്കാൻ അവൾ തയ്യാറാവുകയില്ല. പക്ഷേ ഇതൊന്നും അറിയാതെ അതിന് അവൾക്ക് നിന്നു കൊടുക്കേണ്ടി വന്നു. അതെല്ലാം വ്യക്തമായി അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു മനുഷ്യത്വവും ഇല്ലാത്ത, ഹൃദയം പോലുമില്ലാത്ത ആ വ്യക്തി അപ്രകാരമുള്ള പ്രക്രിയകൾ തുടർന്നു പോവുകയായിരുന്നു. അവൾക്കതൊരിക്കലും ചിന്തിക്കാൻ സാധിക്കുന്നതല്ല. അവൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അതൊരു ട്രോമയായിട്ട് അവൾ അവശേഷിക്കുന്നതാണ്. വലിയൊരു ക്രൂരൻ തന്നെയായിരുന്നു ആ വ്യക്തി. പക്ഷേ അയാളെ ശിക്ഷിക്കാനുള്ള നിയമങ്ങൾ അന്നുണ്ടായിരുന്നില്ല. പക്ഷേ നിരന്തരമായിട്ടുള്ള പോരാട്ടങ്ങൾക്കൊടുവിൽ ഇന്ത്യാനയിൽ 2018 അപ്രകാരമുള്ള ഒരു നിയമം കൊണ്ടുവന്നു.
ഇങ്ങനെ ആർട്ടിഫിഷ്യൽ ഇൻസിമിനേഷനിൽ എന്തെങ്കിലും ചതി നടത്തുകയാണെങ്കിൽ അങ്ങനെ നടത്തുന്ന ഡോക്ടേഴ്സിനെ ശിക്ഷിക്കാനുള്ള നിയമമാണ്. ഇത് വെറുമൊരു ഡോക്ടറിൻ്റെ കഥയല്ല. എല്ലാ ഡോക്ടേഴ്സും ഇങ്ങനെയല്ല എന്ന് നമുക്കറിയാം. പക്ഷേ ഇങ്ങനെയുള്ള ഡോക്ടേഴ്സിൻ്റെ എണ്ണം വളരെയധികം കൂടുതലാണ്. ഇന്ത്യാന സ്റ്റേറ്റിൽ തന്നെ ഇതിന് ശേഷം ഇത്തരത്തിലുള്ള 44 ഡോക്ടേഴ്സിനെയാണ് പിടികൂടിയിരിക്കുന്നത്. 2018 നിയമം വന്നതോടുകൂടി തന്നെ ഇവരെ ശിക്ഷിക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷേ ഈ 44 ഡോക്ടേഴ്സിൽ ഏറ്റവും ഭീകരൻ ഡോക്ടർ ഡൊണാൾഡ് തന്നെയാണ്. കാരണം അയാൾ കാരണം ജനിച്ചിട്ടുള്ള കുഞ്ഞുങ്ങളുടെ എണ്ണം അത് വർദ്ധിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അത് ഇപ്പോൾ ഈ നിമിഷം 97. ഓരോ ആഴ്ചയും കഴിയും തോറും അതിൻ്റെ എണ്ണം വർദ്ധിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. 97 പേരെ കണ്ടെത്തിയിട്ടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് 97 പേര് മാത്രമേ ഉള്ളൂ എന്ന് അർത്ഥമാകുന്നില്ല. കണ്ടെത്താൻ ഇനിയും ഉള്ളതായിരിക്കും ഏറ്റവും കൂടുതൽ. ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ 1000-ഉമല്ല അതിനും അപ്പുറത്തേക്ക് പോകുന്നതാണ്. കാരണം അയാളുടെ ഹോസ്പിറ്റലിൽ 1000-ത്തിലധികം പേർക്ക് ഇത്തരത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻസിമിനേഷൻ നടത്തിയിട്ടുണ്ടെന്നാണ് അയാളോടൊപ്പം പ്രവർത്തിച്ചിട്ടുള്ള ഡോക്ടേഴ്സും മറ്റ് ക്ലർക്സും പറയുന്നത്. എന്തായാലും അയാൾ നിയമത്തിൻ്റെ മുൻപിൽ നിന്നും രക്ഷപ്പെട്ടു. വെറും $500 മാത്രമാണ് അയാൾ ഫൈനായി അടച്ചു തീർത്തത്. ഇത്തരത്തിലുള്ള ചരിത്ര കഥകൾ അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.